നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തത്തിൽ പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കണക്കുകൾ ശരിയല്ലെന്ന് കോടതി പറഞ്ഞു. കൃത്യമായ കണക്കുകൾ കൈമാറാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി വ്യാഴാഴ്ച വരെ സമയം നൽകി. വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ദുരന്തം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രധാനമന്ത്രി സ്ഥലം സന്ദർശിച്ചിരുന്നു. പുനരധിവാസത്തിന് എല്ലാവിധ കേന്ദ്ര സഹായവും ഉറപ്പു നൽകിയാണ് അദ്ദേഹം മടങ്ങിയത്. എന്നാൽ ഇതുവരെ സഹായമൊന്നും കിട്ടിയിട്ടില്ല. സാമ്പത്തിക സഹായം നൽകില്ലെങ്കിലും കണക്കിനെ ചൊല്ലി എന്തായാലും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പോര് തുടരുകയാണ്. അത് പലതരത്തിൽ തുടരുന്നു. കേരളത്തിലെ എംപിമാരടക്കം കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടപ്പോഴും റിപ്പോർട്ട് നൽകിയ തീയതി സംബന്ധിച്ചും കേന്ദ്രം ഒരു കണക്ക് പറയുന്നു, സംസ്ഥാനം മറ്റൊരു കണക്ക് പറയുന്നു. എന്തായാലും എവിടേക്കോ ചില കണക്കുകൾ തെറ്റുന്നുണ്ട്. ആരോ ഒരാൾ ശരിയല്ലാത്ത കണക്കുകൾ പറയുന്നുണ്ട്. മറ്റു ചില സംസ്ഥാനങ്ങൾക്ക് പണം കിട്ടുന്നുമുണ്ട്. ഇതിനിടയിലൊക്കെ തമിഴ്നാടിനടക്കം ഇന്ന് 990 കോടി രൂപയാണ് ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം ലഭിച്ചത്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. കള്ളം പറയുന്നത് ആര്, കേന്ദ്രമോ കേരളമോ? പ്രേക്ഷകർക്ക് വടകരയിൽ നിന്നും ബാലകൃഷ്ണനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, ഇന്നിപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് കേരള സർക്കാരിന് വിമർശനമുണ്ടായിരിക്കുന്നു. ഇപ്പോൾ അക്കൗണ്ടിലുള്ള പണം അത് എങ്ങനെയൊക്കെ ചെലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കേരള സർക്കാരിന് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. അവിടെ വ്യാഴാഴ്ചക്കുള്ളിൽ കണക്ക് കൊടുക്കണമെന്ന് പറയുന്നു. എന്തായാലും ദുരന്തം കഴിഞ്ഞ് കാലം ഇത്രയുമായി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു സഹായം നമുക്ക് ലഭിക്കുന്നുമില്ല. ഇവിടെ ആരാവും കള്ളം പറയുക? സാർ നമസ്കാരം. നമസ്കാരം. തമിഴ്നാട്ടിലെ സാറല്ലേ പറഞ്ഞത് ഇപ്പം പണം കൊടുത്തു? അതെ. തമിഴ്നാട് ഭരിക്കുന്നത് ബിജെപിക്ക് അനുകൂലമായ ഒരു പാർട്ടിയാണോ? അല്ലല്ലോ. അല്ല. അപ്പം താങ്കൾ പറയുന്നത് തെറ്റല്ലേ സാർ? കേരളത്തിലെ കള്ളന്മാർ ആരാണെന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ തെളിവല്ലേ? കാരണം അങ്ങനെ പറയാൻ കഴിയില്ല. മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊക്കെ ഇത് ഉണ്ടായ പ്രകൃതി ദുരന്തം ഉണ്ടായ തൊട്ട് പിന്നാലെയൊക്കെ 1500-ഉം 2000-ഉം ഒക്കെ കോടിയാണ് കൊടുത്തത്. സാർ ഞാൻ പറയുന്നത് തൊട്ടടുത്ത നമ്മുടെ അയൽ സംസ്ഥാനമായ നമ്മൾ BJP ഭരിക്കുന്ന അവിടെ നിൽക്കട്ടെ, തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ BJPയുടെ ബന്ധകർ BJP കണ്ടുകൂടാത്ത DMK ഭരിക്കുന്ന സംസ്ഥാനത്ത് ജയിലിക്കറ്റിന്റെ എത്ര ദിവസമായി സാർ? അവിടെ കൊടുത്തല്ലോ. അപ്പൊ വിവേചനം എന്ന് പറയുന്നത് തെറ്റാണ് സാർ. നരേന്ദ്രമോദി സർക്കാർ കൃത്യമായിട്ട് കണക്ക് കൊടുത്താൽ ഇത് ജനങ്ങളുടെ പണമാണ് സാർ. എവരെ പോലെ ഇത് അന്ന് ദൂർത്തം ചെലവഴിക്കാനുള്ളതല്ല. ജനങ്ങളോട് ഈ ഗവൺമെന്റ് സമാധാനം പറയണം. എവിടെയൊക്കെ കൊടുത്തു, എന്തിനൊക്കെ ചെലവഴിച്ചു. അതാണ് സാർ നരേന്ദ്രമോദി സർക്കാരിന്റെ വ്യത്യാസം. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് പണം കൊടുത്തിട്ടില്ല എന്നുള്ളത് കൂടി യാഥാർത്ഥ്യമല്ലേ? കൊടുക്കണമെങ്കിൽ ഒരു കണക്ക് വേണ്ടേ സാർ? ഇത് കോടതി എന്താ? കോടതി BJP ആണോ? കോടതി ചോദിച്ചത് കേന്ദ്രം കൊടുത്തതിന്റെ കണക്കല്ല. കോടതി എന്ന് ചോദിച്ചത് കേരളത്തിന്റെ പക്കലുള്ള ബാക്കി പണം, ആ പണം എങ്ങനെ ചെലവഴിക്കും എന്ന് സംബന്ധിച്ചാണ് കോടതി എന്ന് ചോദിച്ചത്. അത് ചെലവഴിക്കാനുള്ള കണക്കും തിരിയണമെന്ന്. അത് കേന്ദ്ര ഗവൺമെന്റ് അത് ശരിയാണ്, അത് സംബന്ധിച്ചത് അത് തെറ്റാണ്. പക്ഷെ കേന്ദ്രം പണം കൊടുക്കാത്തത് കൂടി തെറ്റാണെന്ന് പറയണ്ടേ? ഇത് എത്ര ഇവിടെ ഉണ്ട്, ഇനി എത്ര വേണമെന്ന് വ്യക്തമാക്കട്ടെ സാർ. സാർ ഇപ്പൊ ഉദാഹരണമായിട്ട് എടുക്കുന്നു. തമിഴ്നാടിലെ സർക്കാരിന് കൊടുത്തു, BJP സർക്കാർ വരെ അവിടെ നിൽക്കട്ടെ. തൊട്ടടുത്ത് അതിർത്തി സംസ്ഥാനം തമിഴ്നാട്ടിൽ കൊടുത്തു. ചുഴലിക്കാറ്റിന്റെ ദോഷത്തിലായി സാർ. അവർ അത്രയും വേഗം മേടിച്ചു. അവർ കണക്ക് കാണിച്ചു, കൃത്യമായിട്ട് കള്ളത്തരമില്ലാതെ ബോധിപ്പിച്ചു, ഗവൺമെന്റ് കൊടുത്തു. ശരി, ഓക്കെ. എന്തായാലും അങ്ങനെ കൊടുത്തില്ല. അത്രയും വ്യത്യാസമുള്ളൂ സാർ. ശരി, എന്തായാലും നമുക്ക് മറ്റ് പ്രേക്ഷകരുണ്ട്. സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്ന്. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ആരുടെ ഭാഗത്തു നിന്നാണ് ഈ കള്ളം പറയുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. എന്റെ അഭിപ്രായത്തിൽ കേരളത്തെ അവഗണിക്കുക തന്നെയാണ് കേരളം ചെയ്യുന്നത്. കാരണം കേന്ദ്രത്തിന്റെ ദുരന്ത സേന വന്നു, പ്രധാനമന്ത്രി വന്നു. നമ്മൾ ചർച്ച ചെയ്തതാണ്. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ട് എത്ര ലക്ഷങ്ങളാണ് ചെലവാക്കിയത്. അദ്ദേഹത്തിന്റെ ബാത്റൂമിന് ലക്ഷങ്ങൾ കേട്ടത്. പക്ഷെ എന്തിനു വേണ്ടി അദ്ദേഹം വന്നു? ചായ കുടിക്കാൻ വേണ്ടി വന്നതാണോ? അല്ലെങ്കിൽ ജനങ്ങളെ ദുരന്തം കണ്ട് അദ്ദേഹത്തിന് കേരളത്തിനുള്ള ദുരിത സംഖ്യ പണം അനുവദിക്കാൻ വേണ്ടിയാണോ? വെറുതെ വന്ന് പോയി എന്നല്ലാണ്ട് എന്ത് കാര്യ? അപ്പൊ കേരളത്തെ അവഗണിക്കുക തന്നെ ചെയ്യുന്നത്. അത് പറ്റില്ല. എന്ത് കോടതി ഒരുപക്ഷെ പറയുന്ന ചെലവാക്കിയതിന്റെ കണക്ക് കൊടുക്കാൻ കേന്ദ്രം തരാത്തതിന്റെ കണക്ക് കോടതിക്ക് എങ്ങനെയാ ചോദിക്കാൻ? അങ്ങനെയല്ല ശ്രീ സൂപ്പി. നമ്മുടെ അക്കൗണ്ടിൽ ബാക്കിയുള്ള പണം എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ കണക്ക് പറയേണ്ട ഉത്തരവാദിത്വം കേരളത്തിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് അങ്ങനെ പറ്റില്ല, നിങ്ങൾ ഈ കണക്ക് പറയുന്നത് പറ്റില്ല. അത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അത് മറ്റു സംസ്ഥാനങ്ങളിൽ ഇതുപോലത്തെ ദുരന്തം ഉണ്ടായിട്ടാണ് അവരെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ടല്ലോ. കേരളത്തിന് മാത്രം ഇതിനായി ചോദ്യം കേരള കോടതിയൊക്കെ
ഹൈക്കോടതിയൊക്കെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്ത് ഏതർത്ഥത്തിലാണ്? അല്ല, അങ്ങനെ പറയാൻ കഴിയില്ല ശ്രീ സൂപ്പി. നമ്മൾ കേന്ദ്രം തന്നില്ല എന്ന് പറയുന്നതിന് നമുക്ക് വിമർശിക്കാം. മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നു, കേന്ദ്രം തന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിലുള്ള പണം എങ്ങനെയാണ് ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ കണക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് കണക്ക് പറയേണ്ട ഉത്തരവാദിത്വം കേരളത്തിനുണ്ട്. അത് കോടതിയെ ചോദിക്കുമ്പോൾ കോടതിയിൽ പറയേണ്ട ഉത്തരവാദിത്തം കേരളത്തിനുണ്ടായിരുന്നു. അത് പക്ഷേ പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് കോടതി വിമർശിച്ചത്. പെട്ടെന്ന് തന്നെ പിന്നെ ഇത് കണക്ക് കൊടുക്കണം എന്ന് തന്നെ നടക്കുന്നത്. കോടതിയിൽ പോകുന്ന ഒരാളിന് പെട്ടെന്ന് കണക്കറിയാത്ത ഒരാളെയാണ് പറഞ്ഞത്. എന്നെയോ സൂപ്പിയോ അല്ലല്ലോ അവിടെ പറഞ്ഞു വിടുന്നത്. അവിടെ പറഞ്ഞു വിടുന്ന ആൾ ഇതൊക്കെ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ കോടതിയിൽ പോകുന്നത്? ഇത് കോടതി മുൻകൂട്ടി പറഞ്ഞിട്ടില്ലല്ലോ കണക്ക് ചെലവാക്കണം. ഈ ഒരു കണക്കിന്റെ കേസുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്, അത് നിങ്ങൾ എങ്ങനെയാണ് ചെലവഴിച്ചത്, എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് പറയേണ്ട. നമ്മൾ കേന്ദ്രം തരാത്തതിനെ വിമർശിക്കാം. ഞാൻ അത് പറഞ്ഞല്ലോ, അത് ശരിയാണ്, സമ്മതിച്ചു. കേന്ദ്രം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കേരളത്തിന് തരുന്നില്ല. പക്ഷെ കേരളം ചെയ്യുന്ന തെറ്റിനും കൂടി നമ്മൾ അതിനെ ന്യായീകരിക്കരുത്. അങ്ങനെ എന്തായാലും ശ്രീ മുഹമ്മദ് കൂടി ചേരുന്നുണ്ട് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് ഇതിൽ ആര് പറയുന്നതാണ് ശരിയെന്നാണ് തോന്നുന്നത്? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഇവിടെ ഒരു മുൻ ആള് പറഞ്ഞ മാതിരി ഇവിടെ ഒരു വൃത്തികെട്ട ഇടതുപക്ഷക്കാരാണ് ഭരിക്കണേ എന്നുള്ളതാണ് മൂപ്പര അഭിപ്രായം. അപ്പൊ ഇവിടേക്ക് പൈസ ഒന്നും തരരുത് എന്നുള്ളതും അയാളുടെ അഭിപ്രായം. ഇതൊക്കെ ഇവിടെ അല്ലേ സർക്കാർ നടത്തിക്കോളും എന്നുള്ളതാണ് മൂപ്പര അഭിപ്രായം. ഞാൻ ഒന്ന് പറഞ്ഞു തരാട്ടോ. ഈ ഇടതുപക്ഷ സർക്കാർ അവിടുന്ന് ഒരു പൈസയും കിട്ടിയിട്ടില്ലെങ്കിലും ഇവിടെ ചെയ്യേണ്ടതും അതിന്റെ അപ്പുറം ചെയ്യും എന്നുള്ളതായി എനിക്ക് പറയാനുള്ളത്. ഇത് ഇടതുപക്ഷ സർക്കാരാണ്. ഓലി വളരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സാറ്, നിങ്ങളൊക്കെ ചാനൽ റിപ്പോർട്ട് ചെയ്തല്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ. എന്നിട്ട് അവിടെ ഒന്നും പോയതല്ലേ നമ്മളെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പൊതുവേദിയും ചർച്ച ചെയ്താണ്. പ്രധാനമന്ത്രി വന്നിട്ട് എന്താണ് നമുക്ക് പണം തരാത്തതെന്ന് പല ദിവസവും. അപ്പൊ അതുകൊണ്ടാണ് സാറേ. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് വയലാറിൽ നിന്നും ശ്രീ ശശിധരൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. ഇത് പറയുമ്പോൾ തമിഴ്നാടിന് കൊടുക്കുന്നു, കേരളത്തിന് കൊടുക്കുന്നില്ല. ഇതും ഒരു വിഷയമാണല്ലോ. തമിഴ്നാടും കേന്ദ്രം അനുകൂലിക്കുന്ന കക്ഷിയല്ല ഭരിക്കുന്നത്, കേരളം ആണ്. അപ്പൊ കേരളത്തിന്റെ ഭാഗത്ത് എന്തോ പിഴവുണ്ട് എന്നുള്ളത് സത്യമല്ല. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കോടതിയിൽ നിന്ന് വരുമോ? നിങ്ങൾ കിട്ടുന്ന പൈസ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. ഇവിടെ പണ്ട് ഉഴവൂർ വിജയനും കിട്ടുന്ന പൈസ കേരളത്തിലെ അക്കൗണ്ടിലുള്ള പൈസ എങ്ങനെ ചെലവഴിക്കും എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറയട്ടെ, ഉഴവൂർ വിജയനും കെ രാമനാർക്കൊക്കെ ദുരിതാശ്വാസത്തിൽ കാശെടുത്ത് കൊടുത്ത് അവരുടെ സ്വജനപക്ഷപാതം ഒരുപാട് കാണിച്ച സർക്കാരാണിത്. അങ്ങാണ് ഇപ്പൊ അരികേക്കേണ്ടി വരുന്നത്. കൃത്യമായിട്ട് ചെലവാക്കിയാൽ കൃത്യമായ കണക്ക് ഇതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന കാശ്, ഇതാണ് ഞങ്ങൾ ചെലവാക്കുന്നത്, ഇത്ര ബാക്കിയുണ്ട്, ഇന്ന ചെയ്യും. വ്യക്തമായിട്ട് പറഞ്ഞാൽ എന്താ കുഴപ്പം? ജനത്തിന് ഇപ്പൊ സംശയം തോന്നുന്ന കാര്യം അതാണ്. കോടതിക്കായാലും രാഷ്ട്രീയമില്ലല്ലോ, കോടതി രാഷ്ട്രീയപരമായിട്ടല്ലോ ചോദിച്ചേ. ഇതെന്തുകൊണ്ട് പറയുന്നില്ല? അപ്പൊ അതിനകത്ത് എന്തോ കുഴപ്പമുണ്ടെന്നുള്ളതല്ലേ അത്. കേന്ദ്രം കൊടുക്കാനുള്ള കേന്ദ്രം കൊടുക്കുകയും വേണം, സംസ്ഥാനം അത് കൃത്യമായിട്ട് ചെലവഴിക്കുകയും വേണം. ജനങ്ങളുടെ കാഴ്ചയാണത്. എല്ലാം ജനങ്ങളുടെ അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കേന്ദ്രം കൊടുക്കാനുള്ളത് കൊടുക്കുകയും സംസ്ഥാനം കൃത്യമായി ചെലവഴിക്കുകയും കണക്ക് കൊടുക്കുകയും ഒക്കെ വേണം. അത് തന്നെയാണ് അതിൽ ശരിയായ നിലപാടും. പത്തനംതിട്ടയിൽ നിന്നും ശ്രീ അനിയൻകുട്ടൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ നമസ്കാരം. ഇന്നലെ കിട്ടിയില്ലേ? നമ്മൾ അരമണിക്കൂർ 1 മണിക്കൂർ ആക്കിയിരുന്നു. 4 മണി തൊട്ടാക്കി, ഇപ്പൊ 4 എന്നുള്ളത്. 4 മണി 10 മിനിറ്റ് മുമ്പേ വല്ല തുടങ്ങിയിട്ടും കിട്ടിയില്ല. ഇല്ല, ശരി, ഓക്കെ, പറഞ്ഞോളൂ. ഇന്നലെ എനിക്ക് ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു. വയനാട് നടക്കുന്ന എന്തോ നമുക്ക് തന്നെ നമ്മളങ്ങ് നോക്കി നിൽക്കുമല്ലാതെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഈ 2 സർക്കാരും എന്തോ കാണിക്കുന്നത്. പ്രധാനമന്ത്രി വന്നു, അദ്ദേഹം ഇവിടെ വന്നതെല്ലാം കണ്ടു കേട്ട് പോയി. ഇങ്ങോട്ടൊന്നും കൊടുത്തില്ലെന്ന് ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നു, അവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തെന്ന് പറയുന്നു. പക്ഷെ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാ തമ്മിലടിക്കും? ഇന്ന് കോടതി തന്നെ ഇടപെടേണ്ടതായിട്ട് വന്നില്ലേ? ഇവിടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കിടന്ന മോതിരവും അരഞ്ഞാണവും ചരടും കോപ്പും കുടച്ചക്കറും എല്ലാം വിറ്റ് കൊടുത്ത പൈസ എന്ത് ചെയ്യും? ഒരു കണക്കുണ്ടോ ഇവിടെ? ആരോട് ചോദിക്കാൻ? ചോദിക്കുന്ന മുഖത്തോട്ട് കഴിഞ്ഞ ഒരു വിളിയുണ്ട്, ഇത് മാത്രം. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളല്ലേ അവിടെ കണ്ടത്. ഈ 2 പേർക്കും ഇവരെ പറയുന്ന ഞങ്ങളാ BJP നേരിടുന്നു പറഞ്ഞ ഇതേ രാഷ്ട്രീയ കളിയാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ശ്രീ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ രവീന്ദ്രൻ, എന്തായാലും വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് ഇത്ര കാലമായി നമുക്ക് കേരളത്തിന് മാത്രം കേന്ദ്രത്തിന്റെ വഴിയിൽ നിന്ന് നയാ പൈസയും കിട്ടിയിട്ടില്ല. കേരളത്തോടൊന്ന് കോടതി കണക്ക് ചോദിക്കുമ്പോൾ കേരളത്തിന്റെ ഉദ്യോഗസ്ഥന് കണക്ക് കൃത്യമായി പറയാനും കഴിയുന്നില്ല. വ്യാഴാഴ്ചക്കുള്ളിൽ കണക്ക് കൊടുക്കാനാണ്, കൃത്യമായ കണക്ക് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, ഈ 800 കോടി രൂപ ഇരിക്കുന്നത് എന്തിനുള്ളതാ സാറേ? സാറെന്ന് പറഞ്ഞു. ഞാനല്ല അത് ചെലവഴിക്കേണ്ട, സർക്കാരല്ലേ? അല്ല, എന്തിനുള്ളതാ?
അത് ഈ ആവശ്യത്തിന് വേണ്ടി ഉള്ളതാണ്. അത് എവിടെ വയനാടിന് എത്ര ഇലവഴിക്കാം, മറ്റു കാര്യങ്ങൾക്ക് എത്ര ഇലവഴിക്കാം എന്നൊക്കെ സർക്കാരിന്റെ പക്ഷത്ത് കൃത്യമായ ഒരു കണക്ക് കാണണം. ആ കണക്കാണ് ആവശ്യപ്പെട്ടത്. അപ്പൊ ഈ കാശ് എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയുള്ളതാണല്ലോ. അപ്പൊ ഈ പൈസ എടുത്ത് ഈ ചെലവാക്കി എന്നാ കുഴപ്പം? ഈ പൈസ ഇത്രയും പൈസ 1,800 കോടി രൂപ ഇരിപ്പുണ്ട്. BJPയുടെ 2 സംസ്ഥാനം 80 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ദുരിതാശ്വാസ ഫണ്ടിലോട്ട് കോടിക്കണക്കിന് രൂപ വന്നിട്ടുണ്ട്. ഈ പൈസ എന്തിനുള്ള സാറേ? ഈ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീ രവീന്ദ്രൻ, അങ്ങനെ ഈ കേരളത്തിന്റെ പക്കൽ, കേരളം അങ്ങനെ ഒരു സമ്പന്നമായ സംസ്ഥാനമൊന്നുമില്ല. കേരളത്തിന്റെ പക്കൽ, കേരളത്തിന് ന്യായമായും വയനാടിന് ഒരു ദുരന്തമുണ്ടാകുമ്പോൾ ആ ദുരന്തമുണ്ടായ സ്ഥലത്തിന് വേണ്ടി പണം തരേണ്ട, അല്ലെങ്കിൽ അതിന് സാമ്പത്തിക സഹായം നൽകേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനില്ലേ? ഉണ്ടല്ലോ. അതിനാണല്ലോ പക്ഷെ അവർ ഇതുവരെയും പണം തരുന്നില്ലല്ലോ. അല്ല, ആ പ്രത്യേകമായിട്ടൊരു പാക്കേജ് തന്നില്ലേ പോലും. ഇത് കഴിഞ്ഞപ്പോൾ ഒരു 145 കോടി രൂപ തന്നായിരുന്നോ? അത് വകയിരുത്തിയത് നേരത്തെ ഉള്ള പൈസയുടെ കൂടെ വകയിരുത്തിയല്ലാതെ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു നയ പൈസ തന്നിട്ടില്ല. സാറേ, ഇത് എങ്ങനെയാണ് പൈസ അല്ലേ? ഇത് ചെലവഴിക്കാൻ വേണ്ടിയുള്ളതല്ലേ പൈസ? അതോ ഇവിടെ വെച്ചിട്ട് ഞാൻ ചോദിച്ചതല്ല, അതെല്ലാം താങ്കൾ പറഞ്ഞ നേരാണ്. കണക്ക് വേണം, മറ്റേ ഇത് കാണാം, അതെല്ലാം ശരിയാണ്. മറ്റേ ഇത് ചെലവഴിച്ചുകൂടെ? ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഒരു തന്നില്ലെങ്കിലും ഞങ്ങൾ എവിടുന്നെങ്കിലും കണ്ടെത്തി ചെലവഴിക്കുന്നത്. പക്ഷെ അതല്ലല്ലോ വേണ്ടത്. നമ്മുടെ നികുതി അടക്കം അല്ലേ മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കേന്ദ്രത്തിലേക്ക്, മറ്റ് ഉത്തർപ്രദേശൊക്കെ കൊടുക്കുന്നതിൻ്റെ 2-3 ഇരട്ടിയാണ് ശതമാനത്തിൻ്റെ കണക്ക് നോക്കിയാൽ നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ അപ്പോഴും നമുക്ക് ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ കൈമലർത്തിക്കുന്നത് ശരിയാണോ? സാറേ, പൈസ ഒന്നുമില്ലാതെ ഗത്യന്തരമില്ലാതെ ഇരിക്കുന്നല്ലോ. ഗത്യന്തരമില്ലാതിരിക്കുമ്പോൾ കൊടുക്കേണ്ടതാണോ അത്? അല്ലല്ലോ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ. പൈസ കേന്ദ്ര സർക്കാർ കൊടുത്ത പൈസ തന്നെയല്ലേ ഇത്? അല്ലാതെ വേറെ ആരും കൊണ്ട് കൊടുത്തല്ലോ. അതല്ല, കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പൈസ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് എല്ലാ വർഷവും ഓരോ സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ നിധിയിലേക്ക് നൽകേണ്ട ഒരു നിശ്ചിത വിഹിതമുണ്ട്. ആ നിഹിതം അല്ലാതെ പ്രത്യേകമായി ദുരന്തം സംഭവിക്കുമ്പോൾ അതെന്തിനാണ്? സാധാരണഗതിയിൽ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടി എല്ലാ സംസ്ഥാനത്തിനും കൃത്യമായി നൽകുന്നതാണ്. അതല്ലല്ലോ, ഒരു വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ അതിനെ പ്രത്യേകമായി കണക്കാക്കി. ഇപ്പോൾ എന്താണ് തമിഴ്നാട്ടിന് നൽകി, നേരത്തെ ബീഹാറിന് നൽകി, നേരത്തെ ആന്ധ്രാപ്രദേശിന് വലിയ 2000-ഓളം കോടി രൂപയാണ് ആന്ധ്രാപ്രദേശിന് നൽകിയത്. അങ്ങനെ ചിലർക്കൊക്കെ വലിയ കോടികൾ 2000 കോടിയും 3000 കോടിയും ഒക്കെ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നും നൽകാതിരിക്കാന്ന് പറയുന്നത് ശരിയാണോ? നമുക്കിതൊന്നും നൽകാതിരിക്കുകയുള്ളൂ. കൃത്യമായിട്ട് കണക്ക് കൊടുത്താൽ പൈസ വരാമെന്ന് പറയുന്നുണ്ടല്ലോ. ആദ്യം ഒരു കൊടുത്ത കണക്കാണല്ലോ സാറ്. നിങ്ങളെല്ലാം എല്ലാ ചാനലും റിപ്പോർട്ട് ചെയ്തല്ലേ? ആദ്യം ഒരു ഒട്ടത്താപ്പ് കണക്ക് കൊടുത്തിട്ട് ഈ കണക്കും കൊണ്ട് ഇന്നത് നടക്കുമോ? ശതത്തിന് 75,000 രൂപ. അത് തെറ്റായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞില്ല. അത് ആദ്യത്തെ ദിവസം തന്നെ തെറ്റായിരുന്നു തെളിഞ്ഞില്ലേ? പിന്നീട് നമ്മളത് പറയുന്നത് ശരിയല്ലോ. ശരി, സംഭവിച്ചു. ഇങ്ങനെയുള്ള കണക്കും കൊണ്ട് തന്നെ കിട്ടുമോ? ഇന്നലെ കോടതി പറഞ്ഞില്ലേ, കോടതി മുഖത്തടിച്ച പോലെ പറഞ്ഞില്ലേ? എന്നിട്ട് ഇവിടുത്തെ ചാനലുകാർക്ക്, ഇവിടുത്തെ പ്രതിപക്ഷത്തിന് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. ചാനലുകാർക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ആരുടെയും പക്ഷം പിടിച്ചില്ല. ഈ കേരളം കൃത്യമായ കണക്ക് കൊടുക്കണമെന്ന് തന്നെയാണ്. കണക്ക് കൊടുത്തില്ലെങ്കിൽ കേരളത്തിന്റെ ഭാഗത്ത് തെറ്റാണ്. കേരളത്തിന് അർഹപ്പെട്ട വിഹിതം നൽകാത്തത് കേന്ദ്രത്തിന്റെ ഭാഗം, കേന്ദ്രം ചെയ്യുന്നതും കേരളത്തോടുള്ള അവഗണനയാണ്. ഈ രണ്ടും തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഇത് കോടതി എന്താ പറയുക? കോടതി ആരുടെ ഭാഗത്ത് തെറ്റെന്നാ പറഞ്ഞത്? സാറേ, ഇവിടെ വകമാറ്റി ചെലവഴിക്കുന്ന പൈസയും ഇവിടെ പുട്ടടിക്കുന്ന പൈസയും കൈയിട്ട് വരുന്ന പൈസക്ക് ഇത് കേന്ദ്രം കണ്ടോണ്ടിരിക്കുമല്ലേ? കേന്ദ്രത്തിന് അറിയില്ല. കേന്ദ്രം ഇന്ത്യയിലെ തന്നെയുള്ള ഒരു സംസ്ഥാനമല്ലേ? ഇവിടെ നടക്കുന്ന അഴിമതിയും കെടുകാര്യസ്ഥയും കോടിക്കണക്കിന് രൂപ പോയതൊക്കെ ഇത് കേന്ദ്രം കണ്ടോണ്ടിരിക്കുമല്ലേ? അങ്ങനെ വല്ല കൊടുക്കാനൊക്കെ കൈയിട്ട് വാരുന്നോണ്ടാ ഈ കൊടുക്കാതെ. ഇവിടെ കൈയിട്ട് വാരുന്നു, അവിടെ കൈയിട്ട് വാരില്ല എന്നൊക്കെ താങ്കൾ. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? സാർ നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഈ വിഷയം നമ്മൾ നേരത്തെ ഒരിക്കൽ ചർച്ച ചെയ്തപ്പോഴും സാറ് സ്റ്റേറ്റിന് വേണ്ടി കണ്ടമാനം വാദിച്ചു. സ്വാഭാവികമല്ലേ അത്? അല്ലല്ല, ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കൂടെ കേൾക്കണം. എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? ഇത്ര നാളായെന്നാണ് സാർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ നമ്മൾ അറിഞ്ഞതാണല്ലോ, രേഖാമൂലം അമിത്ഷാ എഴുതി കൊടുത്ത കണക്കിൽ എന്താണ് കഴിഞ്ഞ മാസമാണ് ഇവർ കണക്ക് അയച്ചു കൊടുത്തേക്കുന്നല്ലേ പറയുന്നത്. ഇത്ര നാളാണ്. ഓഗസ്റ്റ് 14-നാണ് കണക്ക് കൊടുത്തതാണ് കേരളത്തിന്റെ റവന്യൂ മന്ത്രി കൃത്യമായി പറയുന്നത്. അത് ഏത് കണക്ക്? 75,000 രൂപ ശ്മശാനത്തിനും 2 കോടി ശ്രീ ജയകുമാർ, അത് തെറ്റാണ്. അങ്ങനെ ഒരു ചെലവഴിച്ചെന്ന് പറഞ്ഞ അങ്ങനെ ഒരു കണക്കില്ല എന്നുള്ളത് കൃത്യമായി വാർത്തകൾ എല്ലാ ചാനലുകളും പത്രങ്ങളും എല്ലാം പിന്നീട് നൽകിയതാണ്. കഴിഞ്ഞ താങ്കൾ ഇതേ ചർച്ച വെച്ചപ്പെടുത്ത് നോക്കുക. താങ്കൾ അന്ന് ഈ വിഷയം പറഞ്ഞില്ല. അന്ന് ഞാൻ പറഞ്ഞു അത് അങ്ങനെ ചെലവഴിച്ചതായി എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെലവഴിച്ചതായി പറഞ്ഞിട്ടില്ല. ആ കണക്ക്, അങ്ങനെ ഒരു കണക്ക് കേരളം അങ്ങനെ 75,000 രൂപ എവിടെയും കൊടുത്തിട്ടുമില്ല. 75,000 രൂപ കൊടുത്തെന്ന് പറഞ്ഞിട്ടുമില്ല. അത് അങ്ങനെ നൽകിയ കണക്കിനകത്ത് അങ്ങനെ ഉൾപ്പെടുത്തിട്ടില്ല എന്ന് പിന്നീട് വാർത്തകൾ തന്നെ വന്നല്ലോ. ഡിസാസ്റ്റർ മാനേജിനകത്ത് കോടികൾ കിടപ്പുണ്ട്. ജനം കൊടുത്ത പണം മൊത്രയും ഉണ്ട്. ദുരിതാശ്വാസ നിധിയിലുള്ള പണമുണ്ട്. അവിടുത്തെ വീടിനെക്കാളിലും സ്ഥലത്തിനെക്കാളിലും ആവശ്യം
ജനങ്ങൾ ഇഷ്ടം പോലെ സംഭാവന ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കണം, നല്ലവണ്ണം കൊടുക്കണം. അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കി കിട്ടേണ്ടവർക്ക് കിട്ടണം. എവർക്കും പുട്ടടിക്കാനായിട്ട് ആരും കൊടുക്കില്ല. അതിനാർക്കും സപ്പോർട്ട് ചെയ്യാനും സൗകര്യമില്ല. പാത്തുമാരെ ആടും കോഴിയും വിറ്റിട്ട് അന്യരാജ്യങ്ങളിൽ പോയി കുടുംബസമേതം കറങ്ങുകയാണ് ചെയ്തത്. ഇന്നും 10,000 രൂപ കൊടുക്കാനുള്ള ഒത്തിരി പേരുണ്ട് അവിടെ. ശ്രീ ജയകുമാർ, അത് ശരി, ഞാൻ ചോദിക്കട്ടെ, അത് മറ്റൊരു അഭിപ്രായം കൂടി ചോദിച്ചോട്ടെ. അപ്പൊ കേരളത്തിന് അർഹതപ്പെട്ട ഈ പണം ബാക്കി സംസ്ഥാനങ്ങളൊക്കെ ദുരന്തമുണ്ടായാൽ പണം കൊടുക്കുന്നുണ്ട്, കേരളത്തോട് മാത്രം ഈ പണം തരാതിരിക്കുന്നത് ശരിയാണോ? അതുകൂടി പറയണ്ടേ ഇതിന്റെ കൂട്ടത്തിൽ? പറയാം. ഈ അർഹതപ്പെട്ട പണം കേന്ദ്ര ഗവൺമെന്റിന് എങ്ങനെ അറിയാം അർഹതപ്പെട്ട എത്രയാന്ന്? കോടതിക്ക് എങ്ങനെ അറിയാം അർഹതപ്പെട്ട എത്രയാന്ന്? കോടതിയിലെങ്കിലും ഒരു കണക്ക് അവർ കൊടുത്തിരുന്നേ. കോടതിയിൽ വ്യാഴാഴ്ച കണക്ക് കൊടുക്കാം എന്നാണ് സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ കോടതി എന്താണ് സ്റ്റേറ്റിനോട് പറഞ്ഞിരിക്കുന്നത്? ന്യായമായിട്ടുള്ള കണക്ക് കൊടുത്ത് ഇത്രയും MP-മാർ അവിടെ കൊണ്ടിട്ട് ചോദിച്ച് നാണം കെടുത്തി ഇവിടെ ഇവന്മാര് വേലത്തരവും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായൊരു കണക്ക് കൊടുക്കണം, എല്ലാവരും ബോധ്യപ്പെടുത്തണം. ഇതിനെ കൊണ്ട് വെട്ടിച്ച് തിന്നാനും നോക്കില്ല. ആ പാവങ്ങൾക്ക് കിട്ടാനുള്ള പൈസയാണ് ഇത്. തന്നെ അന്നും ഞാൻ പറഞ്ഞോളൂ, എന്റെ അടുത്ത് തട്ടിക്കയറായി ഇത് തന്നു. ശരി, ഓക്കെ, കൊടുക്കട്ടെ, നമുക്ക് എല്ലാവർക്കും ചോദിക്കാം. ശരി, ഓക്കെ. അങ്ങനെ വന്നാൽ കോടതിയിൽ വ്യാഴാഴ്ച കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ താങ്കൾ തിരിച്ചുകൂടി അഭിപ്രായം പറയണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സംസ്ഥാന സർക്കാർ കണക്ക് കൊടുക്കാത്തതിനെ അനുകൂലിക്കുന്ന ആളല്ല. അതോടൊപ്പം തന്നെ അതിനെയും നമ്മുടെ വാർത്തകളാർക്കെതിരായ വാർത്തകൾ തന്നെയാണ് കൊടുക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് പണം നൽകാത്തതിനെയും നമ്മൾ വിമർശിക്കുക തന്നെ വേണം. അങ്ങനെ ആ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അന്നും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. പണം കൊടുത്തു, അങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നാണ് കേരളത്തിൽ നിന്ന് കൃത്യമായി കേരള സർക്കാർ പറയുന്നത്. ഇനി കോടതി തീരുമാനിക്കട്ടെ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കത്തിൽ പറയുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് എഴുതി കൊടുത്ത കത്തിൽ ഇന്നലെ എന്താണ് പറയുന്നത്? സാർ ഇതൊന്നും അറിഞ്ഞില്ലേ? അതെല്ലാം അറിഞ്ഞിട്ടല്ലേ ഇന്നിപ്പോ ഇങ്ങനെ ഒരു വിഷയം തന്നെ എടുത്തത്. ശരി, ഓക്കെ, എന്തായാലും ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മാവേലിക്കരയിൽ നിന്നും ശ്രീമതി മിനി കൂടി ചേരുന്നുണ്ട്. ശ്രീമതി മിനി, താങ്കൾക്ക് പറയാം. ഇന്ത്യ മഹാരാജ്യത്തിലെ സംസ്ഥാനമായ കേരളം, അതേപോലെ എന്തോരം സംസ്ഥാനങ്ങളുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നമ്മളൊരു കണക്ക് ബോധിപ്പിച്ചാൽ തീർച്ചയായിട്ടും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മളെ സഹായിക്കണം. അല്ല, നമ്മളിപ്പോ രാഷ്ട്രീയ കാര്യമല്ല പറയുന്നത്. വയനാട്ടിൽ നടന്ന അത്രയും ദുരന്തം, ഒരുപാട് ആളുകൾക്ക് അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയും. ഒരു അച്ഛനെ, അമ്മയെ, അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളിലും നഷ്ടങ്ങൾ സംഭവിക്കും. ഇവിടെ രാഷ്ട്രീയം നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കൃത്യമായിട്ടൊരു കണക്ക് കൊടുക്കണം. അതനുസരിച്ച് കേന്ദ്രം നമ്മളെ അതേ രീതി കാണുകയും വേണം. എന്റെ അഭിപ്രായമാണ് സാറേ ഇത്. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് പറയാം. ഇവിടെ കേന്ദ്രം കേരളത്തെ കുറ്റം പറയുന്നു, കേരളം കേന്ദ്രത്തെ കുറ്റം പറയുന്നു. സത്യത്തിൽ എന്താ സംഭവിച്ചത്? കേന്ദ്രവും കേരളം അവഗണിക്കുന്നുണ്ട്. പറഞ്ഞോളൂ. കേന്ദ്രവും കേരളവും അവഗണിക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കുറ്റം പറച്ചില്ല. ഇതുവരെ പൈസയൊന്നും കിട്ടിയിട്ടുമില്ല. ശരി, ഓക്കെ. ഈ കുറ്റം പറച്ചിലല്ല വേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത് എന്നുള്ള പ്രായോഗികതയിലേക്ക് എത്താൻ കൂടി കഴിയണമെന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ സന്തോഷാണ് കോഴിക്കോട് നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് ഇതിൽ ആര് പറയുന്നതാണ് ശരി എന്നാണ് തോന്നുന്നത്? ശ്രീ സന്തോഷ്, കേൾക്കാമോ? ശരി, ഓക്കെ. സന്തോഷിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങൾ ഉണ്ടോ എന്ന് തോന്നുന്നു. എന്തായാലും പ്രേമനാണ് ചെന്നൈയിൽ നിന്നും. ശ്രീ പ്രേമൻ, താങ്കൾക്ക് ഇന്നിപ്പോൾ എന്തായാലും ചെന്നൈയിൽ ജീവിക്കുന്ന ഒരു മലയാളിയാണല്ലോ. താങ്കൾ നാട്ടിലെവിടെയാണ്? നാട്ടിലെവിടെയാണ്? നാട്ടിൽ പിണറായിലാണ്. ഓക്കെ, ശരി, ഓക്കെ. മുഖ്യമന്ത്രിയുടെ നാട്ടുകാരനാണല്ലേ? അതെ. ശരി, താങ്കൾ ഒരുപാട് കൊല്ലമായി ചെന്നൈയിലാണോ? 30 വർഷമായി ചെന്നൈയിൽ. 30 വർഷമായി. അവിടെയാണ് ജോലിക്ക് വേണ്ടി പോയതാണോ അങ്ങോട്ട്? ഇവിടെ ഡിഫൻസ് ആണ്. ഡിഫൻസിലാണല്ലേ? ഓക്കെ, ശരി, ഓക്കെ. അപ്പം എന്താണ് ശ്രീ പ്രേമന് ഈ വിഷയത്തിൽ? ഇന്ന് തമിഴ്നാട്ടിനൊക്കെ 990 കോടി രൂപയൊക്കെ അനുവദിച്ചല്ലോ. കേരളത്തിൽ അതിന് മുമ്പുണ്ടായ ദുരന്തമാണ്, ഇപ്പോഴും പണം കിട്ടിയിട്ടില്ല. കേരളത്തിന്റെ കണക്കിനെ സംബന്ധിച്ച് ഇന്ന് കേരള ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കണക്ക് കൊടുക്കാതെ കൊണ്ടാണ് കേരളത്തിന് ദുരന്ത നിവാരണ ഫണ്ട് കൊടുക്കാതെ എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. കാരണം ഇപ്പോ തമിഴ്നാട്ടിൽ ഇപ്പം ഒരു 10 ദിവസത്തിനുള്ളിൽ നടന്ന ഈ ദുരന്തത്തില് 944 കോടി കൊടുത്തു കഴിഞ്ഞു. നമ്മൾ പ്രധാനമന്ത്രി 11-ാം ദിവസമാണ് വയനാട് സന്ദർശിച്ചത്. ഇതെല്ലാം വലിയ പ്രതീക്ഷയോട് കൂടി കാത്തു നിന്നതാണ് നല്ലൊരു ഫണ്ട് കിട്ടും എന്നുള്ള രീതിയിൽ. പക്ഷെ പിന്നെ കണക്ക് അവ്യക്താണ്, അങ്ങനെ ഇങ്ങനെ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതിപ്പോ കണക്ക് അവ്യക്താണ്, കണക്ക് കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ആ കണക്ക് കൊടുത്തില്ല. കേരളത്തോട് എന്തോ നമ്മൾ കഴിഞ്ഞ ദുരന്തത്തിൽ നമ്മൾ കണ്ടില്ലേ, പ്രകൃതി നേരിട്ട 2018 കേരളത്തിന് എന്താ കൊടുത്തത്? കേരളത്തിൽ കൊടുത്തത് ഒരു 600 കോടി രൂപയാണ്.
അതിൽ നിന്ന് തന്നെ അരി കൊടുത്തതിന്റെയും അതുപോലെ തന്നെ ഹെലികോപ്റ്റർ വന്നതിന്റെയും എല്ലാം പൈസ അങ്ങോട്ട് തിരിച്ചു പിടിക്കൽ ചെയ്ത് അതുപോലെ തന്നെ ഇപ്പോ 153 കോടി രൂപ ഇപ്പൊ പിന്നെ ഹെലികോപ്റ്ററിന്റെ മറ്റും പിന്നെ ഇത് താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. കൊല്ലത്ത് നിന്ന് സന്തോഷാണ്. ശ്രീ സന്തോഷ്, താങ്കൾ ഈ വാർത്തകളൊക്കെ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. കൊല്ലത്ത് എവിടെയാണ്? കൊല്ലം അഞ്ചൽ. ഓക്കെ, പറഞ്ഞോളൂ സാർ. ജനങ്ങളെല്ലാം കാണുമില്ലയോ ഇത്? കേരളത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടുന്ന് കണക്കും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല. അതെല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്രം കൊടുക്കാത്തത്. പക്ഷേ ഈ കണക്ക് നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനമാണ് പറയുന്നത് നിങ്ങളുടെ തന്ന തീയതി ഇതാണ് എന്നൊക്കെ പറയുന്നത്. കേന്ദ്രത്തിൽ ഇവിടെ വന്നിട്ട് പ്രധാനമന്ത്രി വന്നു പോയിട്ടൊക്കെ ഒരുപാട് കാലമായി. പക്ഷേ അതിന് നമ്മൾ വീണ്ടും ചെന്ന് കരഞ്ഞ് ചോദിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. സാധാരണഗതിയിൽ ഒരിടത്തു നിന്ന് ഒരു കണക്ക് കിട്ടിയില്ല, മറ്റേ കിട്ടിയില്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കണക്ക് ശരിയല്ല എന്ന് ഔദ്യോഗികമായി അറിയിക്കുക എന്നുള്ളതാണ് ഒരു സർക്കാർ രീതി. അല്ല, നമുക്കെല്ലാം ബോധ്യമാവുന്നില്ലേ സാറേ? ഇത് കണക്ക് കൊടുത്തേക്കുന്ന ഒരു മൃതദേഹം ദഹിപ്പിക്കാൻ പോലും അങ്ങനെ സന്തോഷ് ബോധ്യമാകുന്നുണ്ടോ? നമുക്ക് പ്രളയകാലത്തായാൽ പോലും ഈ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന സഹായം, അവർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പലപ്പോഴും ഇപ്പോൾ ഇവിടുത്തെ കണക്ക് ശരിയല്ല എന്നുള്ള കോടതിയുടെ വിമർശനം വന്നിരിക്കുന്നത് അത് ശരിയാണ്, അത് അംഗീകരിക്കുന്നു. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന പരിഗണന പലപ്പോഴും കേരളത്തോട് കാണിക്കുന്നില്ല എന്നതുകൂടി ശരിയല്ലേ? മറ്റ് സംസ്ഥാനങ്ങൾ കണക്ക് കൊടുക്കുന്നുണ്ട്, അവർക്ക് കിട്ടുന്നുണ്ട്. കള്ളത്തരം കാണിക്കുന്നുണ്ട് കോടതി പോലും. എന്തായാലും കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കൃത്യമായ കണക്ക് കൊടുക്കുകയും അവർക്കെല്ലാം പണം കൊടുക്കുകയും ചെയ്യുന്നു, കേരളത്തിന് കൊടുക്കുന്നില്ല എന്ന് താങ്കളുടെ അഭിപ്രായം. ശരി, ഓക്കെ. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന് രൂക്ഷമായ വിമർശനമാണ്. കേന്ദ്രം പണം തരുന്നില്ല എന്നത് പ്രതിഷേധമായൊക്കെ ഉയർത്തി കേരളത്തിൽ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമൊക്കെ നടക്കുമ്പോഴാണ് കോടതിയിൽ ഇന്ന് കണക്ക് ചോദിക്കുമ്പോൾ കേരളത്തിന് അവിടെ മിണ്ടാനാവാതെ നിൽക്കേണ്ടി വരുന്നത്. വ്യാഴാഴ്ചക്കുള്ളിൽ കണക്ക് കൊടുക്കണം എന്നുള്ള വിമർശനം കൂടി കൊടുക്കണം നിർദ്ദേശവും അതോടൊപ്പം തന്നെ ഇതിനൊന്നും കണക്കും ഓഡിറ്റും ഒന്നുമില്ല എന്നുള്ള വിമർശനം കൂടി കോടതി ഉന്നയിച്ചിരിക്കുന്നു. താങ്കൾക്ക് പറയാം. ഈ ആദ്യം കിരണെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ SDRF ആയാലും NDRF ആയാലും മുഖ്യമന്ത്രിയുടെ CMDRF ആയാലും ഇതൊക്കെ AG എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി ഓഡിറ്റ് ചെയ്യുന്ന സാധനമല്ലേ? ആണോ? ഹലോ, അതെ, പറഞ്ഞോളൂ. അപ്പൊ പിന്നെ പുട്ടടിച്ചു ഈ കോൺഗ്രസ്സുകാരന്മാർ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തുള്ളവർ ഇവിടെ വന്നിരുന്നിട്ട് വെറുതെ വായി തോന്നുന്നത് വിളിച്ചു പറയുന്നത് എന്തിനാണ്? പുട്ടടിച്ചെങ്കിൽ AGയെ പോയി വിളിക്കുക. പുട്ട് എവിടെ അടിച്ചത്? പുട്ടാണോ പഴമാണോ പീരയിട്ടോ എന്ന് അവിടത്ത് പോയി ചോദിക്കും. അല്ല ചുമ്മാ വന്ന് പുട്ടടിച്ചു. എന്താ പുട്ടടിച്ചതിന്റെ കണക്കിന്റെ ഒരു വരി ഈ സതീശന് ഈ ഇവിടെ പറയാമല്ലോ, ഈ നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരാമല്ലോ. വെറുതെ ഇരുന്ന് കള്ളം അടിച്ചു വിട്ടോണ്ടിരിക്കുക. പിന്നെ ഇന്ന് കോടതി എന്താണ് ചോദിച്ചത്? കോടതി ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട കണക്കാണോ ചോദിച്ചത്? ആ കണക്കാണോ 12-ാം തീയതി സമർപ്പിക്കാൻ പറഞ്ഞത്? അല്ലല്ലോ. SDRFുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കയ്യിൽ കാശുണ്ട്, ആ കാശ് എത്രമാത്രം നിങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ട്, ആ കാശിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ട് ഒരു ഓഫീസറെ വിളിച്ചു വരുത്തുന്നു കോടതിയിൽ. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഇതുവരെ എത്ര ചെലവായി, ഇങ്ങനെ എത്ര ചെലവായി, എവിടുന്ന് 14 ജില്ലാ കളക്ടറുടെ അണ്ടറിലാണ് ഈ SDRFും NDRFും അടക്കമുള്ള സാധനങ്ങൾ ഇരിക്കുന്നത്. ആ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ ഉണ്ടാകും. ഈ എക്സ്പെൻഡിച്ചറും കാര്യങ്ങളും എല്ലാം കൂടെ വന്ന് മാത്രമേ നമുക്കൊരു ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ. ബാക്കി പറയുന്നതൊക്കെ നമുക്ക് ഒരുവിധം യോജിക്കാം. പക്ഷേ ഇന്ന് കോടതിയിൽ ഈ കണക്ക് ചോദിക്കാൻ പോകുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ സർക്കാരാണ് കണക്കാക്കുന്നത്. ആ ഉദ്യോഗസ്ഥൻ കൃത്യമായ കണക്കുമായിട്ട് വേണം അവിടെ പോകേണ്ടത്. ജഡ്ജ്മെന്റൽ ആവാതെ മുൻവിധിയോട് സംസാരിക്കാതെ താങ്കൾ പറയുന്നത് എന്താണ് തിരിച്ചറിയുന്നുണ്ടല്ലേ പറയുന്നത്? മുഴുവൻ കേൾക്കൂ. അപ്പോഴാണ് ഈ കണക്കിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ചോദിക്കുന്നത്. SDRFിന്റെയും കാര്യമാണ് ചോദിക്കുന്നത്, അല്ലാതെ നമ്മുടെ ദുരന്തമുണ്ടായതിന്റെ കണക്കിന്റെ കാര്യമല്ല ചോദിക്കുന്നത്. SDRFിന്റെ കണക്ക് കൃത്യമായി എടുക്കേണ്ടി വരും. കോടതി അപ്പം നിങ്ങൾക്ക് അത് അറിയില്ലെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് അത് കൃത്യമായി അറിയില്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ സാറേ, കോടതിയിൽ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ വീഴ്ചയാണ്, അത് വീഴ്ച തന്നെയാണ്. ശരി, നിങ്ങൾ വീഴ്ചയായിട്ട് കണ്ടോളൂ. വീഴ്ചയാണ്. ശരി, വീഴ്ച തന്നെ. ശരി, നിങ്ങളുടെ ഭാഷയിൽ വീഴ്ച തന്നെ. അതല്ലേ 12-ാം തീയതി കൊടുക്കാമെന്ന് പറഞ്ഞത്? ഇല്ലാത്ത കണക്കല്ലല്ലോ കൊടുക്കാമെന്ന് പറഞ്ഞത്. 12-ാം തീയതി SDRF അതുമായി ബന്ധപ്പെട്ട കണക്കാ പറഞ്ഞത്. SDRF എന്തിനാ യൂസ് ചെയ്യുന്നത്? റെസ്ക്യൂ ആൻഡ് റിലീഫ് ഫണ്ടിനാണ്, പ്രവർത്തനങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട എന്താ? റീകവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ആണ്. ആ റീകവറി ആൻഡ് റീകൺസ്ട്രക്ഷന് SDRFിലെ ഫണ്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. SDRFിലെ ഫണ്ടുമായി റെസ്ക്യൂ ആൻഡ് റിലീഫ് പ്രവർത്തനങ്ങൾക്കായി 2019 കോടി രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് നമ്മുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞത്? കേന്ദ്ര സർക്കാർ 153 കോടി രൂപ, അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന SDRF ഫണ്ടിൽ
നിന്ന് 50% നിങ്ങൾ ശരി, താങ്കൾ പറയുന്ന ഇത്തരം സാങ്കേതിക വെച്ചിട്ട് പോലെ എനിക്ക് പറയാൻ സമയം തരാതെ നിങ്ങൾ ഇടപെട്ടു. ഇല്ല താങ്കൾക്ക് ആവശ്യം പോലെ സമയം കിട്ടിയിട്ടുണ്ട്. താങ്കൾ പറയുന്നത് എന്താണെന്ന് പ്രേക്ഷകർ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റ് തന്നാ മതി. എന്തിനാ വെച്ചിട്ട് പോകുന്നത്? സത്യം പറയുമ്പോ കേൾക്കുമ്പോ എന്തിനാ വെച്ചിട്ട് പോകുന്നത്? സത്യം പറയുമ്പോൾ കേൾക്കുമ്പോഴല്ല വെച്ചിട്ട് പോകുന്നത്. ശ്രീ ദീപു അങ്ങനെ പറയരുത്. ശ്രീ ദീപു, ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ പറഞ്ഞതിനെ ഞാൻ പറഞ്ഞു എവിടം വരെ അംഗീകരിക്കുന്നു, എവിടം വരെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു. താങ്കൾ 1/2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു നിർത്തിക്കോളൂ. ഈ 3 ദിവസം മാത്രം മുമ്പുണ്ടായ തമിഴ്നാടിന് 945 കോടി രൂപ കൊടുക്കുമ്പോ ഏത് കണക്കാണ് കൊടുത്തത്? SDRFന്റെ കണക്ക് കൊടുത്തോ? അതോ ഈ പറയുന്ന തമിഴ്നാട് ഭരിക്കുന്ന നേരത്തെ ഒരു പ്രേക്ഷകൻ ചോദിച്ച പോലെ തമിഴ്നാട് ഈ കേരളത്തിന്റെ രാഷ്ട്രീയമായ വിമർശനത്തിനെ ദുർബലപ്പെടുത്തുന്നതാണ് എന്തായാലും ഇന്ന് കണക്ക് പറയാതിരുന്നത്. അതിന് സംശയമൊന്നുമില്ല. സാധനം കിട്ടില്ലെന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയാവുന്നേ. എന്നാ എങ്ങനെയെങ്കിലും DMK മാറ്റാൻ പറ്റുമോന്ന് അവർ ശ്രമിക്കും. ആ രാഷ്ട്രീയം കിരൺ അറിയില്ലേ? ഈ പറയുന്ന ദീപു, അത് ഇനിയിപ്പോൾ ദീപു പറഞ്ഞു കഴിഞ്ഞാണോ എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഞങ്ങൾ പൊതുവേദി അടക്കം പല ദിവസം പൊതുവേദി അടക്കം പല ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ് കേരളത്തിന് എന്താണ് പണം കൊടുക്കാത്തതെന്ന്. കേരളത്തിന്റെ പക്ഷത്ത് തന്നെയാണ് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത്. പക്ഷേ കേരളത്തിന് കണക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കണക്ക് കൊടുക്കാൻ കഴിയാത്തത് വീഴ്ചയായി തന്നെ അംഗീകരിക്കേണ്ടി വരും. മറ്റു ചോദ്യങ്ങൾ കേരളം ഉയർത്തുന്ന രാഷ്ട്രീയമായ വിമർശനങ്ങളെ ദുർബലപ്പെടുത്തുന്നത് തന്നെയാണ് ഇന്ന് കോടതിയിൽ കേരളത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച എന്നത് അംഗീകരിക്കേണ്ടി തന്നെ വരും. ഒരാളുടെ വീഴ്ച ഉണ്ടായാൽ എല്ലാത്തിനെയും ന്യായീകരിക്കേണ്ട അവസ്ഥയിലേക്ക് അല്ല നമ്മൾ നിൽക്കേണ്ട. വീഴ്ചകൾ തിരുത്തി പോവുക എന്നുള്ളത് തന്നെയാണ് ശരി. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രാമകൃഷ്ണനാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ രാമകൃഷ്ണൻ, താങ്കൾക്ക് ഈ പല വാദങ്ങൾ ഉയരുമ്പോൾ ഏത് വാദത്തിനൊപ്പമാണ് താങ്കൾ നിൽക്കുക? എനിക്ക് ഇതിനകത്ത് രാഷ്ട്രീയം പറയുന്നതിനോട് താല്പര്യമില്ല. സ്വാഭാവികമായും ഇത്തരം വിഷയത്തിലൊക്കെ രാഷ്ട്രീയം വരില്ലേ? അതൊക്കെ ആളുകൾ പറയില്ലേ? നമ്മൾ അതിനെ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. താങ്കൾക്ക് അല്ലാതെയും പറയാം. ഈ വയനാട്ടുണ്ടായ ഈ മഹാദുരിതം 2 സർക്കാരുകൾ കൂടി അവർക്ക് താങ്കളെ TV ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് പറയുമോ? സാറേ ഒരു മിനിറ്റ്. ഹലോ, പറഞ്ഞോളൂ, ഇനി പറഞ്ഞോളൂ. സാറേ, ഈ വയനാടുണ്ടായ ഈ മഹാദുരിതം കേന്ദ്രവും അതുപോലെ നമ്മുടെ സംസ്ഥാന സർക്കാരും ഒരുപോലെ നിന്ന് അവരെ സംരക്ഷിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സലീമാണ് കോതമംഗലത്ത് നിന്നും ചേരുന്നത്. ശ്രീ സലീം, താങ്കൾ നേരത്തെ പൊതുവേദിയിൽ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ശരി സലീം. ശ്രീ സലീം, ഈ വിഷയത്ത് വ്യക്തമായ 2 പക്ഷങ്ങളുണ്ട്. ചിലരൊക്കെ അവരുടെ രാഷ്ട്രീയം വെച്ച് അഭിപ്രായം പറയും, ചിലർ അല്ലാതെ അഭിപ്രായം പറയും. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. താങ്കൾക്ക് ഇതിൽ ഏത് ആണ് ശരി എന്നാണ് തോന്നുന്നത്? ശ്രീ സലീം പറയാം. സലീമിന്റെ ടെലിഫോൺ ബന്ധത്തിൽ എന്തോ തടസ്സമുണ്ടെന്ന്. ചെന്താമരാക്ഷനാണ് പാലക്കാട് നിന്നും. ശ്രീ ചെന്താമരാക്ഷൻ, താങ്കൾക്ക് പറയാം. എനിക്ക് പറയാനുള്ളത് ഹലോ, താങ്കൾ ആ TV മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഹലോ, അല്ലേ, ഇപ്പൊ നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായിട്ട് ഇപ്പൊ 3.5 മാസം കഴിഞ്ഞിട്ട് ഇവര് അതെ നമ്മുടെ ശരി, ഓക്കെ. ഞാൻ നേരത്തെ താങ്കളോട് പറഞ്ഞു ഒന്ന് TV മ്യൂട്ട് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ. TV ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് എല്ലാ പ്രേക്ഷകരോടും കൂടിയുള്ള അഭ്യർത്ഥനയാണ്. TVയിൽ വരുന്നതും നിങ്ങൾ നേരിട്ട് ഫോണിൽ തമ്മിൽ ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസമുണ്ട്. നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ അരമണിക്കൂർ കൂടി ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടരും. വയനാട് ദുരന്തത്തെ തുടർന്ന് കേന്ദ്രത്തിൽ നിന്ന് പണത്തിന് വേണ്ടി നമ്മൾ നൽകുമ്പോൾ ഇതുവരെ പണം നൽകിയിട്ടില്ല. ആ പണത്തിൻ്റെ കണക്കുകളിലെ വ്യത്യാസത്തിൽ പരസ്പരം കേന്ദ്രവും സംസ്ഥാനവും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കോടതിയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു ചോദ്യം ഉയർന്നിരിക്കുന്നു. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ആരുടെ ഭാഗത്തു നിന്നാണ് കള്ളം പറയുന്നത് എന്നുള്ളതാണ് വിഷയം. ഇനി കൊട്ടാരക്കരയിൽ നിന്നും ശ്രീ സുരേഷാണ്. ശ്രീ സുരേഷ്, താങ്കൾക്ക് പറയാം. സാറേ, എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത്, നമുക്ക് ഇതിനകത്ത് രാഷ്ട്രീയമല്ലല്ലോ ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം നടന്നു കഴിഞ്ഞപ്പോൾ 2 കേന്ദ്രമായാലും കേരളമായാലും 2 പേരോട് ഒരുമിച്ച് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ എത്തിക്കുകയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ആ ദുരന്ത സമയത്ത് ഈ നാട് ഒട്ടുക്കെ നിന്ന് ഒരുമിച്ച് നിന്നിട്ട് അവരെ സഹായിച്ചതാണ്. ഇപ്പോഴും നമ്മൾ കൊടുക്കുന്ന കണക്ക് അനുസരിച്ച് അത് ശരിയാണ്, നമ്മൾ കൊടുക്കേണ്ട കണക്ക് കൃത്യമായിട്ട് കൊടുക്കണം. അപ്പം പ്രധാനമന്ത്രി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവര് പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഇവര് ആദ്യമേ ഒരു കണക്ക് കൊടുത്തു, രണ്ടാമതൊരു കണക്ക് കൊടുത്തു. അപ്പൊ അവർ പറയുന്നത് കൃത്യമായ കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാവുന്നതാണ്. അതേപോലെ ആയിരക്കണക്കിന് ആൾക്കാര് നമുക്ക് ഇവർക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാനും വീട് വെച്ച് കൊടുക്കാനും ഇപ്പോഴും നമ്മൾ കണ്ടോണ്ടിരിക്കുവാണ്. ഒരുപാട് പേര് ഇപ്പൊ വീട് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഈ നാട്ടുകാരെല്ലാം കൂടെ മുഖ്യമന്ത്രിയുടെ സഹായ നിധിയിലേക്ക് കൊടുത്ത ഈ പൈസ അതും ചെലവാക്കിക്കൂടെ? അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളും കൊടുത്തുകൂടെ? കേന്ദ്രത്തെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് അവര് തരുന്നില്ലെന്ന് ഇവര് പറയുന്നു, ഇവര് കണക്ക് കൊടുത്തില്ലെന്ന് അവര് പറയുന്നു. പക്ഷെ ഇത് വലഞ്ഞു പോകുന്നത് ഈ ദുരന്തം അനുഭവിച്ച ആ നാട്ടിലുള്ളവരല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എത്രയും പെട്ടെന്ന് കറക്റ്റ് വീഴ്ച കൂടാതെ നമ്മൾ കണക്ക് കൊടുക്കുക. കണക്ക് കൊടുത്തിട്ട് നമുക്ക് അർഹതപ്പെട്ട കാര്യം നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ ഒരു കോടതി നമ്മളെ. കൊല്ലത്തുനിന്ന് ശ്രീ വിജയൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ വിജയൻ, താങ്കൾക്ക് ഇതിൽ ആരുടെ പക്ഷമാണ് ശരിയെന്നാണ് തോന്നുന്നത്? ശ്രീ വിജയൻ കേൾക്കാമോ? സജിതയാണ് ആലുവയിൽ നിന്നും. ശ്രീമതി സജിത, താങ്കൾ ഈ വാർത്തയൊക്കെ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സജിത നേരത്തെയും വിളിച്ചിട്ടുള്ളതല്ലേ പൊതുവേദിയിലേക്ക്, അതോ ആദ്യമായിട്ടാണോ? ശരി, ഉണ്ട്. ഓക്കെ, സജിതയ്ക്ക് ഈ വിഷയത്തിൽ എങ്ങനെയാണ് ശ്രീമതി സജിതയ്ക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം? അതെ, കോടതിയെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ള വാസ്തവം, അത് നമ്മൾ അംഗീകരിക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയെങ്കിലും ചോദിക്കണം. അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷം പോലും ഇതിനെപ്പറ്റി ഒന്നും ഒരു കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല. അതല്ലേ വാസ്തവം. അപ്പൊ കോടതി അതിനെ വിമർശിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഈ പുനരധിവാസമൊക്കെ ചെയ്യാനായിട്ട് എത്ര മാസം വേണം? നിസ്സാര ടൈം മതി. ഇത്രയും ആൾക്കാർ സ്പോൺസർഷിപ്പിൽ സ്ഥലങ്ങളായാലും എല്ലാം കൊടുക്കാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പോലും ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ അതൊക്കെ ചെയ്യാൻ ഉള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇത്രയും ആൾക്കാർ കഷ്ടപ്പെടുന്നല്ലേ വീടില്ലാണ്ട്. ഒരു ക്യാമ്പിലൊക്കെ പോയ ഒരാൾക്കാർ ജീവിക്കുന്ന ക്യാമ്പല്ലേ, ഇവരിപ്പോ വാടകയാണ്. എന്നാലും അതൊക്കെ ഭയങ്കര ഒരു സ്വാഭാവികമായും അവരൊക്കെ സ്വന്തം നിലയിൽ സ്വന്തം വീട്ടിൽ താമസിച്ചിരുന്നവർ എല്ലാം നഷ്ടപ്പെട്ട് വാടക വീട്ടിലൊക്കെ താമസിക്കേണ്ടി വരിക, ആ ഒരവസ്ഥ അവർക്കുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ തന്നെ എത്രയോ വലുതാണ് എന്ന് നമുക്കറിയാം. ശ്രീരാജൻ കൂടി ചേരുന്നു കൊല്ലത്തുനിന്നും. ശ്രീരാജൻ, താങ്കൾക്ക് പറയാം. സാറേ, എത്രയും പെട്ടെന്ന് ഈ ഭരണം അവസാനിച്ച് കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. കാരണം നമ്മുടെ കെ സുധാകരനും പിന്നെ വി ഡി സതീശനും കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിം കുഞ്ഞും ഒക്കെ ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളം തറുതീസിയായിട്ട് മാറും. കണക്കെല്ലാം കൃത്യമായിട്ട് കൊടുക്കും. ഇപ്പം വേണ്ടത് 3000 വീടാണ്. എനിക്ക് തോന്നുന്നത് 6000 വീടെങ്കിലും അവരുണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും നല്ല ഭരണമായിരിക്കും വരാൻ പോകുന്നത്. കോൺഗ്രസ് എത്രയും പെട്ടെന്ന് 2ാം തീയതി വരണമെന്നാണ് എനിക്ക് ആഗ്രഹം. കേരളം തറുതീസിയായി മാറുന്ന കാണാൻ വേണ്ടി ഇരിക്കുക ഞാൻ. എന്തോ ചെയ്യാനാന്ന് പറ. ഓക്കെ, താങ്കളുടെ അഭിപ്രായം. ശ്രീ പ്രദീപ് കുമാറാണ് പാമ്പാടിയിൽ നിന്നും ചേരുന്നത്. ശ്രീ പ്രദീപ് കുമാർ, താങ്കളും ഈ വാർത്തയൊക്കെ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം പറയാനുള്ളത്? അവങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. കേന്ദ്രം കൊടുക്കുകയില്ല, സംസ്ഥാനം കൊടുക്കുകയില്ല. നിങ്ങളുടെ എല്ലാം ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. സത്യം പറഞ്ഞ സങ്കടം വരും. ഏതാ സർക്കാർ കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞു, കേന്ദ്രം ഇവിടത്തെ കുഴപ്പം പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തമ്മിൽ ആ നാട്ടുകാർ അനുഭവിച്ച് അത് അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അവർക്കേ അറിയത്തുള്ളൂ. ശരി, താങ്കളുടെ കേൾക്കുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ ഈ ബുദ്ധിമുട്ടും അവരുടെ ഒന്നും ബുദ്ധിമുട്ടൊന്നും മാറും നമുക്കൊന്നും ഒരു പ്രതീക്ഷയില്ല സാറേ. അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോ അങ്ങനെ അങ്ങ് നമ്മൾ പ്രതീക്ഷ പൂർണ്ണമായും കൈവിടേണ്ടതില്ല. പ്രളയകാലത്തൊക്കെ നമ്മൾ കേരളമൊക്കെ ഒരുമിച്ച് നിന്ന് നമ്മൾ കുറേയേറെ കാര്യങ്ങൾ പോസിറ്റീവായി ചെയ്തതാണ്. 600 കോടി രൂപയിലേക്കാണ് മേലാണ് കിട്ടുന്നത്. ഒരു 50 ലക്ഷം രൂപ 40-30 ലക്ഷം ഓരോരുത്തർക്കും കൊടുത്ത് 400-450 കുടുംബക്കാരുണ്ട്. അങ്ങനെ ഓരോരുത്തർക്ക് 50 ലക്ഷം കൊടുത്ത് ഒതുക്കാൻ കഴിയുന്ന ഒരു നല്ല ആ നാട് പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതിലൊക്കെ എത്രയോ ഇരട്ടി പണം വരുന്നത്. കേരളത്തിലെ കാര്യം നാട് പുനർനിർമ്മിക്കുന്നതും ഇതൊന്നും നടത്തി വരുന്ന കാര്യങ്ങളൊന്നുമല്ല. അതുങ്ങളൊക്കെ എവിടെയെങ്കിലും പോയി 10-5-10 സ്ഥലം മേടിച്ച് എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ചന്ദ്രനാണ് അത്തോളിയിൽ നിന്നും. ശ്രീ ചന്ദ്രൻ, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരമുണ്ട് ചന്ദ്രൻ, പറഞ്ഞോളൂ. പിന്നെ എന്താന്ന് പറഞ്ഞാല് 1-2 പ്രളയത്തിലും ഈ സുനാമിക്കും ഒക്കെ വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. ശരി, ഹലോ, പറഞ്ഞോളൂ താങ്കൾ. പിന്നെ ഇതിൽ പ്രളയത്തില് ഈ താങ്കൾ തുടർച്ചയായി പറഞ്ഞോളൂ, ധൈര്യമായി പറയൂ, ടിവിയിൽ ശ്രദ്ധിക്കേ വേണ്ട, പറഞ്ഞോളൂ. ഇല്ല, അപ്പോ ഇതില് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഈ ഉള്ള പൈസ അല്ലേ, ഇതിനായിട്ട് കൊടുത്ത പൈസകളില്ലേ, ഇതിനുള്ള പൈസ അല്ലേ ഇതിന് പ്രളയത്തിന് വേണ്ടി പലയിടത്തും കൊടുത്ത പൈസ.
താങ്കളുടെ ആ പൈസ വെച്ചുകൊണ്ട് താങ്കൾ ടി വിയിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് അത് പറയാൻ കഴിയാത്തത്. തുടക്കം മുതൽ തന്നെ നമ്മൾ ആവർത്തിച്ച് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നതാണ്, ടി വി മ്യൂട്ട് ചെയ്ത ശേഷം വേണം പൊതുവേദിയിലേക്ക് സംസാരിക്കാൻ. ടി വി ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് പൊതുവേദിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും അതിൻ്റെ ഇതിലേക്ക് വരുന്നതും നമ്മുടെ പൊതുവേദിയിൽ ലൈവായി പോകുന്നതും തമ്മിൽ ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസമുണ്ട്. ശ്രീ ശിവനാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ ശിവൻ, താങ്കൾക്ക് പറയാം. എനിക്ക് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കേരളം ഭരിക്കുന്നത് BJP ആണെങ്കിൽ എപ്പോ സഹായം കിട്ടിയിട്ടുണ്ടാവും. ശരി, അപ്പോൾ BJP ഭരണ സംസ്ഥാനങ്ങൾക്ക് സ്വാഭാവികമായും അവർ കൂടുതൽ പണമൊക്കെ നൽകുന്നുണ്ട്, വേഗത്തിൽ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് അതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു നൽകിയത് ഈ രണ്ട് കേന്ദ്ര സർക്കാരിനെ പിന്താങ്ങി നിർത്തുന്ന രണ്ട് സംസ്ഥാനങ്ങൾക്കാണ്, ആന്ധ്രയ്ക്കും ബീഹാറിനുമാണ്. അതെ അതെ, അതെന്തായാലും ഇവിടെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് എല്ലാ കുട്ടികൾക്കെല്ലാം പിടിച്ച് ഉമ്മ കൊടുത്ത് ഡാൻസ് ചെയ്ത് പാട്ടുപാടി പോയതല്ലേ. അപ്പൊ BJP ഭരിക്കാത്ത ഒറ്റ കാരണം കൊണ്ട് നമുക്ക് സഹായം കിട്ടുന്നില്ല, അത്രേ ഉള്ളൂ. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീമതി ജയ ആണ് കൊല്ലത്തു നിന്നും. ശ്രീമതി ജയ, താങ്കൾ ഈ വാർത്തയൊക്കെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, താങ്കൾക്ക് പറയാം. നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. കേന്ദ്രം ആയാലും കേരളം ആയാലും ആര് കള്ളം പറഞ്ഞാലും ഈ പാവപ്പെട്ട ആൾക്കാരുടെ കഷ്ടപ്പാട് അറുതി വരുത്തണം. നമ്മളിപ്പോ ഇന്ന് സാറ്റർഡേ ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് സന്തോഷമായിട്ടിരിക്കുന്നു. അവർക്കും അങ്ങനൊക്കെ നിൽക്കണ്ടേ? അവരവിടെ ഇവിടെയും വാടക കൊടുക്കാൻ പോലും ഇല്ലെന്നൊക്കെ ഈ ന്യൂസിനകത്ത് കേൾക്കുന്നു. ഒരു സ്ത്രീ വന്ന് നിന്ന് കരയുന്ന കണ്ടില്ലേ ഇന്നലെ? ഇന്ന് 21,000 രൂപ അക്കൗണ്ടിൽ ഇട്ടെന്ന്. അതുകൊണ്ട് ആര് മത്സരിച്ചാലും കള്ളം പറഞ്ഞാലും ഇതിനൊരു അറുതി വരുത്തണം. നമ്മളെല്ലാരും അതിന് സപ്പോർട്ട് എടുക്കണം. കിരണേ, വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ശ്രീമതി ജയ കൊല്ലത്ത് നിന്ന് പറഞ്ഞത്. പരസ്പരം രാഷ്ട്രീയമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് അവരുടെ ദുഃഖങ്ങൾക്ക്, അവരുടെ കെടുതികൾക്ക് അറുതി വരുത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ലാതെ അവരെ സഹായിക്കലൊന്നുമല്ല, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ഒരു നാടിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ നിന്ന നിലയിൽ അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ആരുടെയും എന്തെങ്കിലും കുഴപ്പം കൊണ്ട് നഷ്ടമായവരല്ല. അവരെ പഴയതുപോലെ തന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് പറയാം. ഇത് കേരള സർക്കാർ ഇതുവരെയായിട്ട് ഒരു കണക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. കേരള സർക്കാർ എങ്ങനെ കണക്ക് കൊടുക്കും? കാരണം മുന്നേ MLA-യുടെ സ്വർണ്ണം എടുക്കാനും കാറിന്റെ കടം വീട്ടാനൊക്കെ ഉള്ള കണക്ക് ഇതിനെ കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പൈസയൊക്കെ എടുത്തുള്ള ഇതൊക്കെ ചെലവാക്കിയത്. ഈ കള്ളത്തിനെ കാണിക്കുമ്പോൾ തിരിച്ച് അവിടെ നിന്നും പിടിക്കുന്നറിയണം. പിന്നെ ഇതിൽ രാഷ്ട്രീയം കൂടെ ഉണ്ട്. കാരണം BJPക്ക് കൂടി വന്ന കേരളം മൊത്തം കിട്ടിയാൽ തന്നെ 20 സീറ്റേ കിട്ടുള്ളൂ. അത് വലിയ കാര്യമൊന്നുമില്ല. തമിഴ്നാട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശ്രമിച്ചാൽ അവർക്ക് കിട്ടും. അത് രാഷ്ട്രീയ കളിയും കൂടെ ഉണ്ട്. പിന്നെ ഈ കറക്റ്റ് കണക്കും കൊടുക്കണം. ഇപ്പൊ പാവപ്പെട്ടവർ ഓരോ ആൾക്കാര് 20 എന്ന് പറയുന്നത് ഒരു ചെറിയ കണക്കല്ല കേട്ടോ. 20 എന്ന് പറയുന്നത് വലിയ കണക്കാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ 5-6 പോലും വലിയ കണക്കാണ്. അല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ കണക്ക് ശരിയാണ്. പക്ഷേ കേരളത്തിന് ആ സീറ്റ് കിട്ടൂലെന്ന് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ മറ്റേത് പറയുന്നത് 20 ഒരു ചെറിയ കണക്കാണെന്ന് പറയാനൊന്നും കഴിയില്ല. അല്ല, BJPക്ക് സാറേ ഈ സീറ്റ് ഇവിടെ കിട്ടൂലെന്ന് പറയാ. എങ്ങനെ കിട്ടിയതാണ് തൃശ്ശൂര്? അത് സുരേഷ് ഗോപിയുടെ ഒരു മിടുക്കുകൊണ്ട് മാത്രം കിട്ടിയതാണ്. പിന്നെന്ന് വെച്ചാല് ഈ പാവപ്പെട്ട ജനങ്ങളുടെ അടുത്ത് ഈ പ്രളയവും ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ വാങ്ങുമ്പോൾ അതിൻ്റെതായ കണക്ക് ഈ ജനങ്ങൾ ഇനി കൊടുക്കുന്നത് കൂടെ കുറച്ച് നിർത്തണം. കാരണം സർക്കാരിനെ കൊടുത്ത അനാവശ്യ ചെലവുകൾ വരുത്തുകയാണ്. സർക്കാർ എന്തുകൊണ്ട് കണക്ക് കാണിക്കാൻ പറ്റുന്നില്ല? ഈ പാർട്ടി അംഗങ്ങൾക്കും പാർട്ടി നമുക്ക് വ്യാഴാഴ്ച വരെ കാത്തിരിക്കാം. വ്യാഴാഴ്ചക്കുള്ളിൽ കണക്ക് കോടതിയിൽ നൽകണമെന്ന് തന്നെയാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. താങ്കൾ പേര് പറയുമോ? കേട്ടില്ല, ഒന്നുകൂടെ ഉറക്കെ പറയോ? ഹരിദാസൻ. ശ്രീ ഹരിദാസൻ, താങ്കൾക്ക് പറയാം. ഞാനിപ്പോ ചൂരൽമഴയുടെ സംഭവത്തെയാണ് സംസാരിക്കുന്നത്. എവിടെയാണ്? കട്ടോട് പഞ്ചായത്ത്, കോഴിക്കോട് ജില്ലയിൽ കട്ടോട് പഞ്ചായത്തില്. ശരി, താങ്കളെ ചൂരൽമലയ്ക്ക് അടുത്താണോ ഇത്? എനിക്ക് കൃത്യമായി അതറിയില്ല. കട്ടോട് പഞ്ചായത്തിൽ കട്ടോട് പഞ്ചായത്തിൽ 10ാം വാർഡിലാണ്. കോഴിക്കോട് ജില്ലയിലെ പഞ്ചായത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ശരി ശരി, ഓക്കെ ഓക്കെ, അങ്ങനെയാണ് പറഞ്ഞത്. ശരി, പറഞ്ഞോളൂ. ഞാനിപ്പോ ചോദിക്കണത്, ഈ ചൂരൽമഴയിലുള്ള സംഭവങ്ങൾ ഇത്രയും കാലം വൈകിപ്പിച്ചത് എന്തിനാ? ഈ സർക്കാർ കണക്ക് കാരണം കറക്റ്റായിട്ട് കേന്ദ്ര സർക്കാരിന് കൊടുത്തുകൂടായിരുന്നോ? അത് എന്ത് കൊടുത്തില്ല. പിന്നെ അടുത്തത് ഒന്നുകൂടി ഉണ്ട്. എനിക്കും കൂടി 19 മാസക്കാലം എനിക്ക് പെൻഷൻ കിട്ടാനിട്ട്. ഈ സർക്കാർ മറ്റുള്ള മേഖലയിലൊക്കെ ഒരുപാട് പൈസ ചെലവാക്കുന്നുണ്ട്. ക്ഷേമ പെൻഷനാണോ 19 മാസമായി കിട്ടാനുള്ളത്? എനിക്ക് 30 വർഷം അടച്ച. അതല്ല, ഈ സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ അതാണോ കിട്ടാനുള്ളത്? ഞാൻ അടച്ച പൈസ പോലും ഈ നിമിഷം വരെ തന്നില്ലേ.
അല്ല 16 മാസം കുടിശ്ശികയുണ്ടോ? ഇല്ലല്ലോ. 19 മാസം. അത് ഏതാണ് ഈ 1600 രൂപ ക്ഷേമ പെൻഷൻ? ക്ഷേമം ചെയ്ത് എനിക്ക് വെറും 600 റുപ്യ കിട്ടുക. അത് ഏത് പെൻഷനാണ്? അത് ക്ഷേമം ചെയ്ത് മറ്റേ വാർദ്ധക്യോ. ശരി, ഓക്കെ. താങ്കളുടെ വിഷയം കൃത്യമായി എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, എന്തായാലും ജനങ്ങൾ അറിയണം. കാരണം അത് കൃത്യമായി താങ്കൾ പറയുന്ന കണക്കിന്റെ ഒരു ഇതിനെ കുറിച്ച് എനിക്ക് കൃത്യമായി അറിയില്ല. അതുകൊണ്ട് അതിൽ അഭിപ്രായം പറയാൻ ശരി. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ശിവജി സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞോട്ടെ, ഇത് പൊതുവേദിയാണ്. മുമ്പൊരിക്കൽ താങ്കളോട് പറഞ്ഞതാണ്, താങ്കൾ അന്ന് ഇനി അത് ആവർത്തിക്കില്ല എന്നും പറഞ്ഞതാണ്. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ മറ്റു മനുഷ്യർ കൂടി കേൾക്കുന്നതാണ്. താങ്കൾക്ക് വൈകാര്യതയൊക്കെ ഉണ്ടാകും, പക്ഷേ ആ വൈകാര്യത വെച്ചല്ല സംസാരിക്കേണ്ടത്. വിമർശനമാകാം, ഞാൻ അതിൽ താങ്കളെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. പക്ഷേ മോശം വാക്കുകൾ ഉപയോഗിക്കരുത് ഒരു കാരണവശാലും. അത് ആരെക്കുറിച്ചാലും, പ്രത്യേകിച്ച് ഭരണാധികാരികളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവരെ വിമർശിക്കാം. പക്ഷേ ആ വിമർശനത്തിൻ്റെതായ ഒരു അന്തസ്സ് പാലിച്ചുകൊണ്ട് വേണം വിമർശിക്കാൻ. ഞാൻ എവിടെയെങ്കിലും വിമർശനത്തിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്റെ നേതാവ് പിണറായിയെ കേട്ട് പഠിച്ചതിന് അങ്ങനെ ശരിയാവില്ല ശ്രീ ശിവജി. അദ്ദേഹത്തെ കേട്ടിട്ടാണ് ഞാൻ. അദ്ദേഹം ഒരു നേതാവല്ലേ, വളരെയധികം വർഷങ്ങളായിട്ട്. താങ്കൾ പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അദ്ദേഹത്തെ കേട്ടിട്ടാണ് ഞാനൊക്കെ പഠിച്ചത്. അതുപോട്ടെ, ഇനി അതുപോട്ടെ. ഇതില് കൃത്യമായ കണക്ക് കേന്ദ്രത്തിന് കൊടുക്കാതെ കിട്ടുന്ന കാശെല്ലാം പൂഴ്ത്തി വെച്ചിട്ട് ഇത് ജനങ്ങൾ മറക്കുന്നിടം വരെ കാത്തിരിക്കുന്ന തന്ത്രമാണ് CPM പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് മുൻപ് പ്രളയത്തിൽ കിട്ടിയ 4500 കോടി എതിലേ പോയെന്ന് ഒരാൾക്കും പിടുത്തമില്ലെന്നേ. ഇത് അതുകൊണ്ടാണ് ഈ കേന്ദ്രം എത്രയാണ് അത് നൽകിയതിന്റെ കണക്ക് താങ്കൾക്ക് അറിയാമല്ലോ. കേന്ദ്രം നൽകിയ കാശല്ല ഞാൻ പറയണത്. കേന്ദ്രം നൽകിയ കേരളത്തിലെ ജനങ്ങൾ നൽകിയ കണക്കല്ലല്ലോ വിഷയം. അത് കേന്ദ്രം അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. സന്മനസ്സുള്ള ജനങ്ങൾ കൊടുത്ത കാശ്, ജനങ്ങൾ കൊടുത്ത കാശ് കേരളത്തിന്റെ കാശല്ലേ, അത് കേന്ദ്രം അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അത് കൊടുക്കാതെ ഇങ്ങനെ നമ്മുടെ കാര്യം ആദ്യം പറയാം. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ ശ്രീ ശിവജി, ഈ താങ്കൾ പറഞ്ഞതെല്ലാം അംഗീകരിക്കുന്നു, കണക്ക് കൊടുക്കാത്തത് കണക്ക് തെറ്റെല്ലാം പോയ ആ വിമർശനമായി തന്നെ അംഗീകരിക്കുന്നു. പക്ഷെ കേരളത്തിന് കൊടുക്കേണ്ട പണം കേന്ദ്രം നൽകണ്ടേ? അതെ, കണക്ക് കൊടുക്കാതെ പൈസ കൊടുക്കരുത്. കണക്ക് കൊടുക്കാത്തല്ലോ അത്. എങ്കിൽ നേരത്തെ പറയണ്ടേ കണക്ക് കൊടുത്തില്ലെന്ന്. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ദിവസം പോയി പറഞ്ഞപ്പോൾ താമസിച്ചു പോയി എന്നല്ലേ പറയുന്നത്? കിരൺ സാറിനോട് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. താങ്കൾക്ക് ഒരു 3 മക്കളുണ്ടെന്ന് വിചാരിക്കും. ഈ 3 മക്കളിൽ ഒരു ഉത്തരവാദിത്വം അത് കിട്ടുന്ന കാശ് കള്ളും കുടിച്ചും അനാവശ്യമായും ചെലവാക്കി കളയുന്ന കുറച്ച് പ്രാവശ്യമൊക്കെ താങ്കൾ ക്ഷമിക്കാനും അത് കഴിഞ്ഞാൽ താങ്കളുടെ ശമ്പളത്തിൽ താങ്കൾ തോന്നുന്നത് ശിവജി പറയുന്നത് കേരളം ഒഴികെ ബാക്കി ഇന്ത്യയുടെ സംസ്ഥാനങ്ങളെല്ലാം അഴിമതി. ഞങ്ങൾക്ക് മറ്റു കാര്യം അറിയാമോ? കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ചായാലും നല്ല ഭരണം നടക്കുന്ന, കാര്യക്ഷമമായ ഭരണം നടക്കുന്നതിൽ പലപ്പോഴും 1ാം സ്ഥാനമുള്ള സംസ്ഥാനം കേരളമാണ്. ചുമ്മാ പറയാനേ, ചുമ്മാ കേന്ദ്രമല്ലേ കേന്ദ്ര സർക്കാരിലെ കൊടുക്കുന്നത് ഓരോ വർഷവും കണക്കാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഈ കണക്കുകളിൽ എങ്ങനെയാണ് കേരളം 1ാം സ്ഥാനത്ത് വരുന്നത്, മറ്റു സംസ്ഥാനങ്ങളും വരാതെ? ഇതിലെന്തുകൊണ്ടാണ് കൃത്യവിലോപം വന്നത്? ഇതിൽ കൃത്യവിലോപം വന്നോ ഇല്ലയോ എന്നല്ല, അങ്ങനെ കേരളം മോശമായ സംസ്ഥാനമാണ് അതുകൊണ്ട് പണം തരുന്നില്ല എന്ന് പറയരുത്. അത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ കാശ് തന്നെ ഇപ്പൊ നോക്കൂ നിങ്ങള് ഈ IT കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ അവർ തയ്യാറാണല്ലോ. അപ്പൊ ആ കാശ് ഈ വിഷയമല്ല കേന്ദ്രത്തിന് പണം തരാനുള്ള. കാരണം കേരളത്തിനകത്ത് കിട്ടുന്ന പൈസ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷെ കേന്ദ്രം തരേണ്ട പണം കേന്ദ്രം തരണം. അത് തരാതിരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. ഈ കുഴപ്പമൊന്നും സ്വന്തമായി കട്ടെടുക്കുന്നൊക്കെ അവിടെ അറിയാൻ ആളും ഉണ്ടെന്നേ. അവിടെ ഇതൊന്നും നടക്കുന്നില്ല, എല്ലാം നന്നായി നടക്കുന്നു, ഇവിടെ മാത്രം മോശം നടക്കുന്നു എന്നൊക്കെ താങ്കളുടെ കണ്ടെത്തൽ കൊള്ളാം. സംസ്ഥാനങ്ങളുടെ കാര്യം ഉണ്ടായ അവസ്ഥ വെച്ച് നോക്കിയാൽ കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു ദുരന്തമൊന്നും അല്ലെന്നേ. അതിലൊക്കെ എത്രയോ കേരളത്തിലെ ഒരു മന്ത്രിയും പറഞ്ഞതുപോലെ 2 വാർഡിലെങ്ങാണ്ട് ചെറുതായിട്ട് ഒലിച്ചു പോയി, അതൊരു ദുരന്തമായി തോന്നില്ല അവർക്ക്. അങ്ങനെയൊക്കെ തോന്നില്ല. കേരളത്തെ തീർത്തല്ലോ. ഏതായാലും പത്രക്കാരൻ നേതാക്കന്മാരൊക്കെ കൂടെ അങ്ങനെ ആക്കരുത്. ഇതിനു മുമ്പേ ഇങ്ങനെ വയനാടിനെ പറ്റി പറയരുതെന്ന് പറഞ്ഞത് ആരാ? ഇങ്ങനെ വയനാട് മുഴുവൻ പോയി എന്ന് പറയരുതെന്ന് പറഞ്ഞത് ആരാണ്? റിയാസ് സിദ്ദിഖാണ് പറഞ്ഞത്. എന്ത് പറഞ്ഞു? അവര് പറഞ്ഞു അവിടെ ദുരന്തം, അവിടെ ചെറിയ ദുരന്തം ഉണ്ടായെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അവരെന്താ പറഞ്ഞേ? ഇവിടെ വയനാടിലെല്ലാം നഷ്ടപ്പെട്ടു, വയനാടിൽ ഇനി അങ്ങനെ വരാൻ പാടില്ല, അങ്ങനെ എങ്ങനെ വയനാടിന്റെ ടൂറിസം ഒക്കെ നഷ്ടപ്പെട്ടു. വയനാടിന്റെ ടൂറിസവുമായി ബന്ധപ്പെട്ടൊന്നും അല്ലല്ലോ കേന്ദ്രമന്ത്രി പറഞ്ഞത്. താങ്കൾ അങ്ങനെ വല്ലാതെ ന്യായീകരിക്കരുത്. വിമർശനമൊക്കെ പറയാം, എല്ലാവരുടെ ഭാഗത്ത് വിമർശനങ്ങൾ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ബേബിയാണ് വൈക്കത്ത് നിന്ന്. ശ്രീ ബേബി, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? അതെ, എനിക്ക് പറയാനുള്ളത് വേറെ നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ വരുന്നത് 10 വർഷത്തേക്ക് 5 വർഷത്തേക്കൊക്കെ ഇവര് വരുന്നത്. ഇവിടുത്തെ ഈ നിയമങ്ങൾ നടത്തുന്ന ഈ ഉദ്യോഗസ്ഥര് ഈ കണക്കുകൾ കൊടുക്കുമ്പോൾ ഇവരെവിടെയാണ്? ഇവര് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമായി നിന്നിട്ടും ഇവർക്ക് ഈ കണക്ക് കൊടുക്കാനായിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? രാഷ്ട്രീയക്കാർ 5 കൊല്ലത്തേക്കോ 10 കൊല്ലത്തേക്കോ മാത്രം വേണ്ടി വരുന്നു.
ബാക്കി വരുന്ന ഇവർക്ക് ഈ ഉദ്യോഗസ്ഥന്മാരിൽ സാധാരണക്കാരുടെ ആൾക്കാരുടെ നികുതി പണം മേടിച്ചിട്ട് ഇവരെന്ത് പഠിക്കാനിരിക്കുകയാണ് അവിടെ? ഇവരിവിടെ ഇവർ കേന്ദ്രത്തിലേക്ക് കൊടുക്കാനുള്ള ഈ കണക്കുകൾ ഇവർ കൃത്യമായിട്ട് കൊടുക്കാത്തത് എന്തുകൊണ്ട്? ഉദ്യോഗസ്ഥർ കൃത്യമായി കൊടുത്തില്ലെങ്കിൽ അത് കൊടുപ്പിക്കേണ്ട ഉത്തരവാദിത്തം കൂടി ഭരണാധികാരികൾക്കുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് ഇവിടുത്തെ താങ്കൾ പറഞ്ഞത് ശരിയാണ്. പലപ്പോഴും ഉദ്യോഗസ്ഥ ലോബിയാണ് പലയിടത്തും ഭരണം നടത്തുന്നത്. ഉദ്യോഗസ്ഥരുടെ നിയന്ത്രിക്കാൻ നല്ല ഭരണാധികാരികൾക്ക് നിയന്ത്രിക്കാൻ കഴിയും, അല്ലാത്തവർക്ക് പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ സാധാരണക്കാരന്റെ നികുതി മേടിച്ചുകൊണ്ട് ഈ ജോലിയിലിരിക്കുന്ന ഏത് ഉദ്യോഗസ്ഥനും ഇവിടുത്തെ സാധാരണക്കാരന് ചെയ്യേണ്ടവരാണ്. അവര് 5 കൊല്ലോ അല്ല 10 കൊല്ലോ കയറുന്ന ഏതെങ്കിലും മന്ത്രിമാരോ അവർക്ക് വേണ്ടിയിട്ടല്ല. ശ്രീ ബേബി, അത് ശരിയാണ്. അങ്ങനെ പലപ്പോഴും കേരളത്തിൽ ഭരണം മാറുന്നുണ്ടെങ്കിലും കേരളത്തിലെ ഉദ്യോഗസ്ഥ ലോബിയെ ഒന്നും നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള മന്ത്രിമാരുടേതായാലും അങ്ങനെയുള്ളവരുടെ എണ്ണം പലപ്പോഴും കുറവാണ് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇത്തരം അബദ്ധങ്ങളൊക്കെ ഏത് സർക്കാരിനുണ്ടാവുന്നതും അവരെ നിയന്ത്രിക്കാനുള്ള ശേഷി അവർക്ക് ഇല്ലാതെ പോകുന്നത് കൊണ്ട് തന്നെയാണ്. അതിൽ ഒന്നാമത്തെ ഉത്തരവാദി ഉദ്യോഗസ്ഥരാണെന്ന് പറയാൻ കഴിയില്ല, അത് ഭരണാധികാരികൾ തന്നെയാണ്. ഒരു ദുരന്തം നടന്നാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ പിടിക്കാനോ ഒരു ഉദ്യോഗസ്ഥർ. ശരി, നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. വിജയനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ശ്രീ വിജയൻ കേൾക്കാം. ബേബിയാണ്. ശ്രീ ഡേവിഡ് വിജയാണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാം. ഇത് രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വാസ്തവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ നല്ല തെറ്റുണ്ട് ഇതിന്റെ അടുത്ത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് താങ്കൾ തന്നെ പൊതുവെ ചർച്ച ചെയ്താണെന്ന് എന്റെ ഓർമ്മ. പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാങ്ങി അത് BMW കാറുള്ളവൻ എടുത്തുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ വിവരങ്ങളൊക്കെ അവിടേക്ക് അപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട്. ഒരു ധാരണ ഞങ്ങൾ കൊടുത്ത് വീണ്ടും ചോദിച്ചുകൊണ്ട് വരും. അതൊക്കെ എവിടെ പോയെന്ന് അറിയില്ല. ഇതൊരു അക്കൗണ്ടബിലിറ്റി ഉള്ള ടൈപ്പ് കേന്ദ്രത്തിന്റെ ഒരു ഓഫീസർ ഒരു ഡെപ്യൂട്ടേഷൻ നിയമിക്കാൻ പാടില്ല സൈറ്റില് വയനാട്ടിൽ. എന്താ തൽക്കാലം അടങ്ങിനൊക്കെ ഒരാളില്ല, AS ഓഫീസർ റെസ്പോൺസിബിൾ പേഴ്സൺ അണ്ടർ ഹിസ് ഗൈഡൻസ് ഓൺലി ഓൾ ദീസ് റിലീഫ് വർക്ക്സ് വിൽ ബി ഡൺ എന്ന് പറഞ്ഞിട്ട് അതിനുള്ള എനിക്ക് എക്സ്പെർട്ട് ഒന്നും അല്ല. കാരണം ഇത് മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഇതുപോലെ തന്നെ ഉണ്ടാകുന്നുണ്ട്. കൈയിട്ട് വരുന്നുണ്ടെങ്കിൽ ആന്ധ്രയിലൊരു വലിയ ഡിസാസ്റ്റർ ഉണ്ടായിരുന്നു. ഒക്കെ ആയിട്ട് വിജയവാഡ സ്റ്റേഷന്റെ ഒക്കെ മേൽക്കൂരകളൊക്കെ പറന്നുപോയി. ഒരു സ്രാവിനെ പിടിച്ചപ്പോ അതിന്റെ അകത്തുനിന്ന് ഒരു മനുഷ്യക്കുഞ്ഞിനെ കിട്ടി. അവിടെ നിന്ന് വന്ന ആധാർ കാർഡൊന്നും ഇല്ലാത്ത കാലമാണ്. എന്താ അടൂരിൽ നിന്നും ശ്രീ മഹേഷ്, താങ്കൾക്ക് ഈ വ്യത്യസ്തമായ പ്രതിവാദങ്ങളും ഒക്കെ താങ്കൾ കേട്ട് കാണും, വാർത്തകളും ഒക്കെ കണ്ടു കാണും. താങ്കൾക്ക് ഇതിൽ എവിടെയാണ് ശരിയെന്ന് തോന്നുന്നു? അല്ല, എനിക്ക് ശരിയെന്ന് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞോളൂ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ജോലി ചെയ്താൽ നമ്മൾ കണക്ക് കൊടുത്താലേ നമുക്ക് കേന്ദ്രത്തിന് പൈസ കിട്ടത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ശരിയായിട്ടൊരു ജോലി ചെയ്യുവാണെങ്കിൽ അതിൻ്റെതായ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ബിസിനസ് ചെയ്യുക അതിൻ്റെതായ ശരിക്കും കണക്ക് നമ്മൾ കൊടുത്താലേ നമുക്ക് അതിന്റെ പൈസ കിട്ടത്തുള്ളൂ. ഇത് കറക്റ്റായിട്ടുള്ള കണക്ക് കൊടുക്കണം. ഇത് ചുമ്മാ അടിച്ചു മാറ്റാൻ വേണ്ടി അമ്മാതിരി പൈസയുടെ കണക്ക് കൊടുത്തേക്കും അവിടെ. ശരി, ശ്രീ ജയചന്ദ്രനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ജയചന്ദ്രൻ, താങ്കൾക്ക് ഇതിൽ ഏത് അഭിപ്രായമാണുള്ളത്? ഞങ്ങൾക്ക് കണക്കെല്ലാം കൃത്യമായി കൊടുത്തിന് 3 പ്രാവശ്യമായിട്ട് കണക്ക് കൊടുത്തിട്ട് സാറേ. അപ്പോൾ കണക്ക് കൊടുത്തതിന് കൃത്യമായിട്ടുള്ള ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഈ 2 സംസ്ഥാനം ത്രിപുരയിലും മഹാരാഷ്ട്രയിലും ഇവിടെ പ്രളയം ഉണ്ടായപ്പോൾ അവിടെ എത്ര വാരിക്കോരി കൊടുത്ത് കേന്ദ്ര സർക്കാർ? കേരളത്തിനെന്താ? കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ലേ? അതല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ജനങ്ങൾ ഈ ശിവാജി എന്ന് പറഞ്ഞ ആള് ഈ പാർട്ടി വിരോധം കൊണ്ട് അയാൾ ഈ പിണറായിനോ എല്ലാം കുറ്റപ്പെടുത്തുന്നത് ശരിയില്ലാത്ത പരിപാടിയാണ്. സർക്കാർ പുള്ളിയോട് പറഞ്ഞു അത് പലർക്കും 5 പൈസ സർക്കാർ ഇതിൽ കണക്കുണ്ടാവല്ലോ. നമ്മളെടുത്ത് തറവാറാക്കി കണക്കുണ്ടാവില്ലേ? ഇതെല്ലാം അങ്ങനെ എടുത്ത് കളിക്കാൻ പറ്റിയ പൈസയാണോ? ഇത് ഏതെങ്കിലും വിളിച്ച് പറയുന്നതല്ലാണ്ട് മറ്റുള്ള ആൾക്കാർ. ശരി, ശ്രീ സിനിലാണ് എരുമേലിയിൽ നിന്നും. ശ്രീ സിനിൽ, താങ്കളുടെ അഭിപ്രായം പറയാം. നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ഇതിനു മുമ്പ് സംസാരിച്ചിരുന്നവരൊക്കെ പറയുന്നത് പൈസ കാര്യമാണല്ലോ പറയുന്നത്. പക്ഷെങ്കില് ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന വീഴ്ചയെ കുറിച്ച് ആരും പറയുന്നത് കേട്ടിട്ടില്ല. നല്ല രീതിയിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. നമ്മളിവിടെ കൂട്ടിക്കലൊക്കെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമാണ്. അവിടെയൊക്കെ ഞങ്ങൾ കാര്യങ്ങൾ നേരിട്ട് അറിഞ്ഞിട്ടുള്ളവരാണ്. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച വളരെ കാര്യമായിട്ടുണ്ട്.
ശ്രീ സിനിൽ, അതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം, ഏത് സർക്കാരിരുന്നാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉദ്യോഗസ്ഥ സംവിധാനം മാറുന്നില്ല. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥ സംവിധാനത്തെ ശരിയായി പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് അതാത് സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്. ഈ ചെന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ അയാൾ സർക്കാരായിട്ടാണ് കോടതിയുടെ മുന്നിൽ സർക്കാരിന്റെ പ്രതിയായിട്ടാണ് പോകുന്നത്. നസീറാണ് കോഴിക്കോട് നിന്നും. ശ്രീ നസീർ, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരമുണ്ട് നസീർ, പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് ശ്രീ നസീർ. ഓക്കെ, താങ്കൾ ടി വി മ്യൂട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. നേരത്തെ തുടക്കം മുതൽ തന്നെ ഞാൻ ആവർത്തിച്ച് പറയുന്നത് ടി വി മ്യൂട്ട് ചെയ്യാറുണ്ട്. പറഞ്ഞോളൂ, എളുപ്പം. അതായത് ഈ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഇത് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, താങ്കൾ തുടർച്ചയായി പറഞ്ഞോളൂ. കാരണം രാഷ്ട്രീയമായുള്ള വിവേചനം അതൊക്കെ മാറ്റി വെച്ചിട്ട് ദുരിതങ്ങളെ, വലിയ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത്. വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതിനൊക്കെ അപ്പുറം ദുരന്തം നടന്നത്. അപ്പൊ രാഷ്ട്രീയ വിവേചനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് കേന്ദ്ര സർക്കാർ ശക്തമായിട്ട് ഒരു വലിയൊരു സഹായം തന്നെ വയനാടിന് ചെയ്യേണ്ടതായിട്ടുണ്ട്. ശരി, അങ്ങനെ സജീവാണ് ചാവക്കാട് നിന്നും. സജിയാണ്. ശ്രീ സജി, താങ്കൾക്ക് ഇതിൽ ഏത് പക്ഷത്താണ് ന്യായം എന്ന് തോന്നുന്നത്? ഇപ്പൊ ശരിക്കും പറഞ്ഞ കള്ളം പറഞ്ഞത് ആരാണെന്ന് നമുക്കിപ്പോ കോടതിയിലൂടെ മനസ്സിലായി. കോടതിയിലൂടെ മനസ്സിലായെന്ന്. കോടതി കണക്ക് ചോദിച്ചു, കണക്കില്ല, വ്യാഴാഴ്ച കണക്ക് കൊടുക്കാൻ പറഞ്ഞു. നമ്മുടെ ഇവിടെ പൊതുമാധ്യമങ്ങളിലൂടെ ഇവിടുത്തെ അത് തന്നെയാണ് കോടതി, ഞങ്ങളും അത് തന്നെയാണ് പറഞ്ഞത്. കോടതി കണക്ക് ചോദിച്ചു, കണക്ക് അന്നേരം കണക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല, വ്യാഴാഴ്ചക്കുള്ളിൽ കണക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അല്ല, നമ്മൾ പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഭരണപക്ഷായാലും പ്രതിപക്ഷായാലും പറഞ്ഞിരുന്നത് എന്താണ്? ഇവിടെ കണക്ക് ശരിക്കും കൊടുത്ത് അവര് കേന്ദ്രത്തിന് സഹായം തരുന്നില്ല. അല്ല, അതും ഇതുമായി ബന്ധമില്ല. കേന്ദ്രത്തിന് ഓഗസ്റ്റിൽ കണക്ക് കൊടുത്തതാണെന്ന്, ഓഗസ്റ്റിന് വിശദമായ കണക്ക് കൊടുത്തെന്ന് റവന്യൂ മന്ത്രി പറയുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുന്നു അല്ല, നവംബറിലാണ് കണക്ക് കിട്ടിയത് എന്ന് പറയുന്നു. അതിപ്പോ കോടതിയിലൂടെ നമുക്ക് വ്യക്തമായില്ലേ? റവന്യൂ കോടതിയിൽ ആ വിഷയമല്ല കോടതിയിൽ വന്നത്. കോടതിയിൽ നേരിട്ട് ഇന്നലെ ആ പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയമല്ല, കേന്ദ്രം കണക്ക് തരുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പക്കലുള്ള പണത്തിന്റെ കണക്കുകളാണ് ചോദിച്ചത്. ശരി, ഓക്കെ. അനിൽകുമാറാണ് കൊല്ലത്ത് നിന്നും. ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് പറയാം. ഞാൻ വിളിച്ചത് വേറൊന്നുമല്ല, ഞാനിത് കണ്ടോണ്ടിരിക്കുകയാണ്. കാര്യം ഒരുപാട് പ്രേക്ഷകർ അവരുടെ അഭിപ്രായം പറയുന്നുണ്ട്. പ്രേക്ഷകർ എന്ന രീതിയിൽ ഞാനും എൻ്റെ അഭിപ്രായം പറയാണ്. കേന്ദ്രം തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. അതാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. കാര്യം അടിയന്തരമായിട്ട് മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം അടിയന്തരമായിട്ട് ഇപ്പം തന്നെ തമിഴ്നാടിന് പ്രളയം ഉണ്ടായപ്പം 2000 കോടി ചോദിച്ചപ്പോൾ അവർക്ക് 900 കോടി കൊടുത്തു എന്ന് ഇന്നലെ തന്നെ ന്യൂസ് കണ്ട്. ഇപ്പൊ 4 ദിവസം പ്രളയം ഉണ്ടായിട്ട്. അപ്പൊ ഈ 4 ദിവസം കൊണ്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിന് ഈ 3.5 മാസമായിട്ട് പ്രധാനമന്ത്രി വന്ന് കുട്ടികൾക്ക് മുത്തം കൊടുക്കലും മറ്റ് കാര്യങ്ങളൊക്കെ നടത്തി. അപ്പൊ ഒരു വിവേചനമല്ലേ, രാഷ്ട്രീയപരമായിട്ടുള്ള വിവേചനം കൊണ്ടല്ലേ നമുക്കത് കിട്ടാത്തത്. ഹൈക്കോടതി എന്തായാലും ചോദിച്ച് നാളെ നമുക്ക് അതിന്റെ സംസ്ഥാന സർക്കാരിന്റെ എന്തെങ്കിലും നിരുത്തരവാദമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കണക്കിലെടുക്കാം. അത് നാളെ കാണാം. ഷാജി കൂടി ചേരുന്നു, ഉടുപ്പിയിൽ നിന്നാണ്. ശ്രീ ഷാജി, താങ്കൾക്ക് ഇതിൽ എന്താ അഭിപ്രായമാണുള്ളത്? എനിക്ക് പറയാനുള്ളത്, വയനാട്ടിൽ മരിച്ചുപോയിട്ടുള്ള ആൾക്കാരോടുള്ള ഏറ്റവും വലിയ കൊടിയ ക്രൂരത കേന്ദ്ര ഗവൺമെന്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇനിയും അങ്ങോട്ട് തമ്മിൽ ചെളിവാരി അറിയാതെ ഉള്ള സമയം അവർക്ക് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ വേണ്ടി രണ്ട് ഗവൺമെന്റും ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് കേരളം പറയുന്നത് കള്ളക്കണക്കാണ് എന്ന് പറഞ്ഞവരും, അതല്ല കേന്ദ്രം കേരളത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ്, കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ വിരോധം വെച്ച് അവഗണിക്കുകയാണെന്ന് പറഞ്ഞവരും, കേരളവും കേന്ദ്രവും തമ്മിൽ ഇങ്ങനെ തമ്മിലടിക്കാതെ ആ പാവപ്പെട്ട ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ കൂട്ടായ പരിശ്രമം ഉണ്ടാവണം എന്ന് പറഞ്ഞവരുമുണ്ട്. അത്തരത്തിൽ വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.